അപ്പൊ നമ്മള് ചാപ്റ്റർ ലേബർ റൂം അവിടെ കേട്ടുണ്ടല്ലോ അല്ലേ? ലേബർ റൂം ചാപ്റ്റർ അവിടെ കേട്ടുണ്ടല്ലോ, എല്ലാവരും എടുക്കുക. അങ്ങനെ നിങ്ങള് വായിച്ചു നോക്കിയിട്ട് എങ്ങനെ മനസ്സിലായിരുന്നോ? കുറച്ച് കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. നമ്മള് എടുക്കാനുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അവിടെ തുടങ്ങിയല്ലേ എടുക്കാനുള്ളത്? ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയല്ലേ എടുക്കാനുള്ളത്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാ? ആരും ഓർക്കുന്നില്ല? അതെ, ഇതുവരെ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? നമ്മളെ ലേബർ റൂമിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ് ലേബർ റൂമിൻ്റെതായിട്ടുള്ള കുറച്ച് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ അവിടെ പൊതുവെ എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ LDR എന്നുള്ളതിന്റെ ഫുൾ ഫോം, ലേബർ ഡെലിവറി റിക്കവറി റൂം, അതിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ലൊക്കേഷൻ, അതേപോലെ തന്നെ എവിടെയാണ് ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, എല്ലാവർക്കും അതായത് അവർക്ക് പ്രൈവസി കിട്ടാവുന്ന തരത്തില്, പക്ഷേ ഓപ്പറേഷൻ ചെയ്യുന്നത് നിയറസ്റ്റ് ആയിട്ടൊക്കെ തന്നെ സെറ്റ് ചെയ്യണം. അവിടെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ്, പവർ പാക്കേജ് സിസ്റ്റം, വെന്റിലേഷൻസ് കാര്യങ്ങളും പറഞ്ഞിരുന്നു. പിന്നെ അവിടുത്തെ സോൺ തിരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പ്രധാനമായിട്ട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്ത് ലേബർ റൂമില് പ്രധാനമായിട്ട് ക്ലീനിങ് സെക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. അവിടെ വരുന്നവരെല്ലാം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വേറെ ചെയ്തിട്ടായിരിക്കണം എപ്പോഴും വരേണ്ടത്. പിന്നെ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവർക്ക് പൊരുത്തപ്പെടാനായിട്ട് പൊരുത്തപ്പെടാനായിട്ടുള്ള സമയത്തിന്റെ ആവശ്യകതയുള്ളതുകൊണ്ട് അവിടെയും വളരെ കൃത്യമായിട്ടുള്ള കെയറുകളൊക്കെ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. അതിന്റെ ആ ഒരു സെക്ഷൻ കഴിയുമ്പോൾ വീണ്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇത് തന്നെയാണ് വരുന്നത്. നമുക്ക് ഒരു ചാപ്റ്ററിന്റെ ആ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ചാപ്റ്റർ നെയിം പറയാൻ ചോദിക്കുന്നത്, ലേബർ റൂം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എത്രാമത്തെ ചാപ്റ്റർ? 29th തോന്നുന്നു. നിങ്ങൾക്ക് 29th ചാപ്റ്റർ ആയിട്ടാണ് ലേബർ റൂം. അപ്പൊ നമ്മൾക്ക് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട്, അതായത് ലാസ്റ്റ് സെക്ഷൻ എന്നുള്ള ഇതിൽ നോക്കാം എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അത് എന്താണെന്ന് നോക്കാം. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ഒരു ചെറിയൊരു കാര്യമുള്ളത്, എനിക്ക് ചെറിയൊരു സൈക്ലിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ വായിക്കുമ്പോൾ തല നോക്കും. നിങ്ങൾ വിസിബിൾ ആയിട്ടൊക്കെയായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് നോക്കാം. Infection control and waste management എന്ന് പറയുന്നത്, infection control refers to the policies and procedures used to reduce the risk caused owing to infection spread. ക്ലാസ് എടുക്കാതെ കുഴപ്പമില്ലല്ലേ? വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. അപ്പൊ അതില് പറയുന്നത് എന്താണ്, അവര് അതിൽ ഇൻഫെക്ഷൻ കൺട്രോൾ റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കുകൾ, നമ്മൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി, സ്പ്രെഡ് ചെയ്യാതിരിക്കുക. നമ്മൾ പറഞ്ഞത് സാധാരണയായിട്ട് ലേബർ റൂമിൽ പ്രധാനമായിട്ടും ക്ലീനിങ് സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കുട്ടി എന്ന് പറയുന്നത് പ്രകൃതിയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ അത് കുട്ടിക്ക് പെട്ടെന്ന് എല്ലാം പൊരുത്തപ്പെടാനായിട്ട്, അതായത് ഇമ്മ്യൂണിറ്റി പവർ നേടിയെടുക്കാനായിട്ട് ആ കുട്ടിക്ക് കുറച്ച് നല്ലൊരു സമയം എടുക്കേണ്ടതുണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും അണുക്കളൊക്കെ വരാനുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി അത് കൺട്രോൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പറയാണ് പോളിസീസ്, അതിന്റെ പോളിസി നയങ്ങളും പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും അതിനെ റിസ്കുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പെഷ്യലി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, പ്രധാനമായിട്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അവരുടെ സൗകര്യങ്ങളിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു മുൻകരുതലുകളാണ് പ്രധാനമായിട്ടും അവിടെ എടുക്കുന്നത്. സ്പെഷ്യൽ
attention and standard practice should be followed for cleaning the labor room. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അവർക്ക് കൊടുക്കുക. എല്ലായിടത്തും ക്ലീൻ ചെയ്യുന്ന ഒരു ഇതായിരിക്കരുത് അല്ലെ. നമുക്കറിയാം ലേബർ റൂം ആകുമ്പോൾ ഇച്ചിരി കൂടി വെള്ളമായിട്ട് അവിടെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റും ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് അവർക്ക് ട്രെയിനേഴ്സിന് കൊടുക്കണം എന്നുള്ളതാണ്. അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ കൊടുക്കണം. Then a poor infection control practices in labor and delivery rooms place the patients, infants as well as the healthcare staff at risk. ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആ ഒരു അസുഖങ്ങളെല്ലാം പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രധാനമായിട്ട് ഇപ്പൊ കുട്ടിക്കാണെങ്കിലും വരാം, അതേമാതിരി തന്നെ രോഗി എന്നുള്ള രീതിയിൽ വുമൻസിന് വരാം, അതേമാതിരി തന്നെ സ്റ്റാഫുകൾക്കും എല്ലാവർക്കും പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് അവിടെ പ്രത്യേകമായിട്ട് കെയർ കൊടുക്കേണ്ട ഒരു മേഖലയാണ് പൂർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് കൊടുക്കണം. ഇൻ ലേബർ ആൻഡ് ഡെലിവറി റൂംസ് ലേസ് ദ പേഷ്യൻസിന് ഇൻഫൻസ് ആൻഡ് ആസ് വെൽ ആസ് ദ ഹെൽത്ത് കെയർ സ്റ്റാഫ് മൂന്ന് കൂട്ടർക്കും ഒരുപോലെ വസ്തുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള മുൻകരുതലുകൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ക്ലീനിങ് സെക്ഷനിൽ ആവശ്യമായിട്ട് ഉണ്ടാകുന്നു. Staff collecting waste should wear utility gloves and closed shoes. അപ്പൊ സ്റ്റാഫുകളെല്ലാം ഈ വേസ്റ്റുകൾ ഉണ്ടാവുന്ന നമുക്കറിയാം അല്ലെ. ലേബർ റൂം ആകുമ്പോൾ വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അവരെല്ലാം കളക്ട് ചെയ്യേണ്ടത് എപ്പോഴും എന്താണെന്നല്ല രീതിയിലുള്ള ഗ്ലൗസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ആൻഡ് ക്ലോസ്ഡ് ഷൂസ് എപ്പോഴും അവര് ഷൂസ് എല്ലാം യൂസ് ചെയ്തിട്ട് മാത്രമേ അതിൽ പ്രവേശിച്ചിട്ട് നമ്മുടെ വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. Waste to be gathered in a leak-proof containers. നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകേണ്ടത് ഒരിക്കലും ചോർച്ചയില്ലാത്ത അല്ലെ, ചോർച്ച വെള്ളത്തിൽ ആവരുത്. എപ്പോഴും നമ്മൾ ലീക്ക് പ്രൂഫ് ചെയ്തിരിക്കുന്ന ലീക്കൊന്നും ഇല്ലാത്ത ചോർച്ചയൊന്നും ഇല്ലാത്ത കണ്ടെയ്നേഴ്സിൽ മാത്രമേ വേസ്റ്റുകളെ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. Then waste should be clear for a disposal when a 3/4 full. അതായത് വേസ്റ്റുകൾ നമ്മൾ ഒരു മുക്കാഭാഗം ആവുമ്പോഴേക്കും കണ്ടെയ്നേഴ്സിന് മുക്കാഭാഗമാവുമ്പോഴേക്കും നമ്മൾ അത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലെ. എവിടെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾ ഡിസ്പോസ് ചെയ്യണം. വേസ്റ്റ് ഷുഡ് ബി സ്പ്രെഡ് ഇൻടു ഇൻഫെക്ഷൻ ആൻഡ് നോൺ ഇൻഫെക്ഷൻ വേസ്റ്റ്. നമ്മള് സ്പ്രെഡ് എന്നല്ല സെപ്പറേറ്റ്, അതായത് നമ്മള് വേസ്റ്റുകൾ എന്താണ് സെപ്പറേറ്റ് ചെയ്യണം. ഇൻഫെക്റ്റ് നമുക്കറിയാം ചില ഇതുകളെല്ലാം അല്ലെ ഇൻഫെക്ഷൻ ഒന്നിച്ച് തന്നെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മൊത്തത്തില് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതേസമയം ചില എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ തന്നെയാണ് ചിലപ്പോൾ ഈ യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സെപ്പറേഷൻ തിരിച്ചിട്ട് വേണം ഈ വേസ്റ്റുകളെല്ലാം കൈകാര്യം ചെയ്യാൻ. വേസ്റ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ഇൻടു ഇൻഫെക്ഷൻസ് ആൻഡ് നോൺ ഇൻഫെക്ഷൻസ് വേസ്റ്റ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം അത് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. Disinfected with the bleaching mixture followed by washing and autoclave. നമുക്കറിയാം നമ്മളുടെ സൈക്കിൾ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടായെങ്കിൽ അതെന്താണ് അത് നമ്മൾ അണുവിമുക്തമാക്കണം. ഡിസ്ഇൻഫെക്റ്റഡ് വിത്ത് ബ്ലീച്ചിങ് മിക്സ്ചർ, നമ്മുടെ ബ്ലീച്ചിങ് മിക്സ്ചർ ഒക്കെ ഉപയോഗിച്ചിട്ട് അണുവിമുക്തമാക്കി വാഷ് ചെയ്ത് ഓട്ടോക്ലേവ് ചെയ്യുന്നതിനുള്ള നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കണം അല്ലെ. അണുവിമുക്തമാക്കി മൊത്തത്തിൽ ഉണക്കി അത് സൂക്ഷിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. Then the biomedical waste management standard procedures must be followed. ബയോമെഡിക്കലിന്റെ പ്രത്യേക ചാപ്റ്റർ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ നിയമ നടപടികളുണ്ട് അതനുസരിച്ചൊക്കെ തന്നെ അതൊക്കെ ഫോളോ ചെയ്തിട്ട് അതിനെല്ലാം കൈകാര്യം ചെയ്യണം. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് അറിയാം അവിടെ ലേബർ റൂമിന്റെ ഒരു ക്ലീനിങ്ങിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലീനിങ്ങിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് സ്റ്റാഫുകളായിരിക്കും അവിടെ വർക്ക് ചെയ്യേണ്ടത്. അവരെല്ലാവരും ഇന്ത്യയിലെ പ്രോട്ടോകോൾസ് അതായത് നിയമങ്ങൾ അനുസരിക്കണം എന്ന് പറയുന്നത്. അതായത് അവരെല്ലാം വേസ്റ്റ് കളക്ട് ചെയ്തു സ്റ്റാഫുകളെല്ലാം വേസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഗ്ലൗസുകളൊക്കെ ഉപയോഗിക്കണം. എത്രയും മുക്കാഭാഗം ആകുമ്പോഴേക്കും അത് വേറെ ഏത് പ്ലേസിലേക്കാണോ കൊണ്ട് കളയേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് നശിപ്പിച്ച് കളയാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്ലേസ് എന്താണോ അവിടേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതേപോലെ തന്നെ ലീക്ക് പ്രൂഫ് ഒരിക്കലും ലീക്കൊന്നും ഇല്ലാത്ത സാധനങ്ങളിലൂടെ ആയിരിക്കണം സാധനങ്ങൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ വീണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിക്കണം. ഇൻഫെക്ഷൻ വരുന്നതും വരാത്തതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് തിരിക്കണം. പിന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട്
നന്നായി തന്നെ ബ്ലീച്ചിങ് മിക്സറൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് പിന്നെ ഓട്ടോക്ലേവ് ഒക്കെ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് ഉണക്കി സൂക്ഷിക്കണം. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. ക്ലിയർ അല്ലേ? പിന്നെ ന്യൂ ബോൺ കെയർ ആണ് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ന്യൂ ബോൺ കെയർ നമുക്കറിയാം ലേബർ റൂമിലെ പ്രധാനപ്പെട്ട ഒരു പേഴ്സൺ ആണ് നമ്മുടെ പുതിയ കുട്ടി ശിശു എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെതായ കെയർ സംരക്ഷണത്തിന്റെ കാര്യമാണ് പറയുന്നത്. Necessary care at birth of a newborn is compulsory for all labor rooms and operation areas of the ഡെലിവറി പോയിന്റ്. അതായത് സാധാരണയായിട്ട് നമുക്ക് അറിയാം ന്യൂബോൺ ആയതുകൊണ്ട് തന്നെ അവർക്ക് നെസസറി നമുക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം അവർക്ക് കമ്പൽസറി ആയിട്ട് മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Then a well qualified pediatricians, staff nurses and support staff are needed. അത് നിർവഹിക്കാനായിട്ട് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ എല്ലാവരും പ്രസവത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുക. അതിന് മാത്രം ട്രെയിനിങ് കിട്ടിയ നഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ തന്നെയായിരിക്കും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ക്വാളിഫൈഡ് പീഡിയാട്രീഷ്യൻസ്, സ്റ്റാഫ് നഴ്സ് ആൻഡ് സപ്പോർട്ട് സ്റ്റാഫ് ആർ നീഡഡ്. സർവീസ് ഗിവൺ അറ്റ് ന്യൂ ബോൺ കെയർ ഫെസിലിറ്റീസ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ സേവനങ്ങളാണ് പുതിയ കുട്ടിയുടെ ന്യൂ ബോൺ കെയറുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സർവീസ് സേവനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞാൽ കെയർ അറ്റ് ബർത്ത് പ്രധാനമായിട്ട് പറയുന്നത് ബർത്തുമായി ബന്ധപ്പെട്ട കെയർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. ബർത്തിന്റെ ആ മൊമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം കുട്ടി ഒറ്റ പുറത്തേക്ക് വരുന്നതനുസരിച്ചാണ് കുട്ടി ശ്വാസം ഭൂമിയിലേക്ക് ശ്വാസം കരയുന്ന ഒരു ടൈമിലാണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അതെന്താണെന്നുകൊണ്ട് അങ്ങനെ പറയുന്നത് ആ ഫേസിൽ നിന്നാണ് ആ ഒരു എനർജിയിൽ നിന്നാണ് വെച്ച് ശ്വാസം വലിച്ചിരുന്നത്. ആ സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. കുട്ടീനെ പുറത്തെടുക്കുന്ന സമയം എന്നൊക്കെ പറയുന്നത് ആ കുട്ടിയെ വരില്ലാതെ അതേ പൊസിഷനിൽ കൂടെ ഒക്കെ വരേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ് കെയർ അറ്റ് ബർത്ത് എന്ന് പറയുന്നത്. അതിന് ബേസിക് കെയർ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് സിക്ക് ന്യൂ ബോൺ ഇൻ കേസ് ഒരു കുട്ടി സിക്കോട് കൂടിയിട്ട് എന്തെങ്കിലും വയ്യായികയോട് കൂടിയിട്ട് കുട്ടി പുറത്ത് വരുന്നത് ആണോ അല്ലയോ എന്ന് ബേസിക് കെയറോട് കൂടിയിട്ട് അത് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും നമ്മള് ചെറുതാക്കുമ്പോ വരുന്ന ടൈം നമ്മൾ വരുന്ന രീതി അതെല്ലാം കൃത്യമായിരിക്കണം. അതാണെങ്കിൽ മാത്രമേ കുട്ടിക്ക് വേറെ അസുഖങ്ങളൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് അങ്ങനെയാണ് വരുന്നത് അല്ലേ? കുട്ടി ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ റെസസിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കൊച്ചു ചിലപ്പോൾ അന്ന് ഈ പറഞ്ഞ പെട്ടെന്ന് കുട്ടി കരഞ്ഞില്ല, ശ്വാസം എടുക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ നഴ്സുമാരൊക്കെ എന്താ ചെയ്യാ, പെട്ടെന്ന് കുട്ടിയെ തട്ടിയും തടവിയും ഒക്കെ അവര് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അല്ലെ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കോമ്പോസിഷനൊക്കെ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. പുനരുജ്ജീവനം എന്നാണ് റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് വ്യക്തി കൊച്ച് ആക്ച്വലി വരുമ്പോ തന്നെ കരഞ്ഞ് ശ്വാസം എടുക്കേണ്ട ഒരു നേച്ചർ അത് കാണിക്കുകയാണ്. ഇൻ കേസ് കുട്ടിക്ക് അതിന് എന്തെങ്കിലും ഒരു സംതിങ് ഉണ്ടെങ്കിൽ ഒന്ന് തട്ടിപ്പിച്ച് ഒക്കെ കുട്ടിയെ കൊണ്ട് ശ്വാസം എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ ഒരു റെസിസ്റ്റേഷൻ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിങ് ഓഫ് വൈറ്റൽസ് നമുക്കറിയാം കുട്ടികൾക്ക് ഇതിലേക്ക് വരുമ്പോൾ അവര് വരുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞ കരഞ്ഞ് അവര് ശ്വാസം എടുക്കും, കണ്ണ് തുറക്കും, അങ്ങനെയുള്ള ചലിപ്പിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ അവരുടേതായ സിഗ്നൽസ് അവർ കാണിക്കും. അതൊക്കെ നഴ്സുമാര് ഡോക്ടേഴ്സ് ഒക്കെ അത് ശ്രദ്ധിക്കും അല്ലെ? കുട്ടി ആക്റ്റീവ് പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്, അത് ബ്രീത്തിങ് ഓക്കെയാണ്, ഭക്ഷണമൊക്കെ ഓക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഉള്ള ആ ഒരു ഡിസ്പ്ലേ വൈറ്റൽസ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ പ്രകടിപ്പിക്കും. അതൊക്കെ ഇവർ നോട്ട് ചെയ്യേണ്ടതാണ്. ഇമ്മ്യൂണൈസേഷൻ സർവീസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ചിലപ്പോ കുട്ടിക്ക് ചിലപ്പോൾ ചൂട് അല്ലെ, ഈ പ്രകൃതിയിലെ ചൂടിനെ ഒന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു അവർക്ക് ഒരു ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ചൂട് കൊടുക്കേണ്ട എന്തെങ്കിലും മെഷീന്റെ സഹായത്തോടു കൂടി ചൂട് കൊടുക്കേണ്ടൊക്കെ സർവീസുകൾ സേവനങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടതായിട്ട് വരും. അത് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഒരു അവേഴ്സ് ഒന്നോ മണിക്കൂറുകൾ കൊണ്ട് വെച്ച് അതിന്റെ ആ ഒരു നടപടിക്രമത്തിലേക്ക് വരും. ആ ഒരു ടൈം ഡ്യൂറേഷന് വേണ്ടി മാത്രം ചിലപ്പോ എന്തെങ്കിലും സർവീസുകൾ അല്ലെ ഇമ്മ്യൂണൈസേഷൻ സേവനങ്ങളൊക്കെ കാഴ്ചവെക്കേണ്ടതുണ്ടാവും. പ്രതിരോധശേഷി ചെയ്യാനായിട്ടുള്ള സേവനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ടാവും. അത് ചെയ്യണം. പിന്നെ ചെക്ക് ഫോർ എനി ഇമ്പോൺ ഇറഗുലറിറ്റി, അതായത് നമ്മള് കുട്ടി ജനിച്ചു വരുമ്പോ തന്നെ എന്തെങ്കിലും ജന്മനാ തന്നെ എന്തെങ്കിലും ഇറഗുലാരിറ്റി എന്ന് പറയുമ്പോൾ ജന്മനാ ക്രമക്കേടുകൾ അല്ലെ, എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിക്കോ
എന്തിനെങ്കിലും നമുക്കറിയാം, നമ്മൾ പറഞ്ഞ വൈദ്യുതിയിലൊക്കെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ജന്മനാക്രമങ്ങളുണ്ടോ ശ്രദ്ധിക്കാം, ചെക്ക് ചെയ്യാം. Then ബ്രീസ്റ്റ് ഫീഡിങ് ആൻഡ് ഫീഡിങ് സപ്പോർട്ട്. നമുക്കറിയാം മുലയൂട്ടലുമായി ബന്ധപ്പെട്ട കാര്യം ആദ്യം കുട്ടി ഫുഡൊക്കെ പിന്നെയാണ് സെൽഫായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നഴ്സുമാരൊക്കെ ആണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. Then look into a high risk newborn. നമുക്കറിയാം ചിലപ്പോ കുട്ടികൾക്ക് നമുക്കറിയാം ജനിച്ചു വരുമ്പോഴായിരിക്കും ഡോക്ടേഴ്സിനും നഴ്സുമാർക്കൊക്കെ ചില ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും സേവനങ്ങളുടെ കൂടി കുറച്ചും കൂടി അധികമായിട്ടുള്ള പ്രൊട്ടക്ഷന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീന്റെ സപ്പോർട്ടീവ് ആവശ്യമുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നോക്കണം. ലുക്കിംഗ് ടു ഹൈ റിസ്ക് ന്യൂബോൺ, നല്ല റിസ്ക് ഉണ്ട് ഈ കുട്ടിയെ കൈകാര്യം ചെയ്ത് എന്തെങ്കിലും ചിലപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള സേവനത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടാവും, അത് ശ്രദ്ധിക്കണം. റഫറൻസ് സർവീസ് എക്സെട്ര. ഇൻ കേസ് നമുക്കറിയാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്യും നിങ്ങളെ എവിടെയെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ മെഷീൻസിന്റെ യൂസേജിനെ കൊണ്ടുപോകുക, അങ്ങനെ എന്തെങ്കിലും റഫർ ചെയ്യുമ്പോൾ നിർദ്ദേശിക്കും. അതനുസരിച്ചിട്ട് ആ കുട്ടിയെ വെച്ചിരിക്കേണ്ടതായിട്ട് വരും. ഇതാണ് ന്യൂബോണുമായി ബന്ധപ്പെട്ട കുറച്ച് മാറ്റേഴ്സ് പറയുന്നത്. കെയർ അറ്റ് ബർത്ത്, ബേസിക് കെയർ ആൻഡ് വിഷ്വലൈസേഷൻ ഓഫ് sick newborn, resuscitation, then displaying of vitals, immunization service, then check for any inborn irregularity, breastfeeding and feeding support, look into of high risk newborn, reference service, etc. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സർവീസ് എക്സെട്ര. അതായത് നമ്മൾ എന്തെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹൈ റിസ്ക് ഉണ്ടെന്ന് ഡോക്ടർ നോക്കുകയാണെങ്കിൽ അവര് റഫർ ചെയ്യും ഇങ്ങോട്ടേക്ക്. നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണിക്കൂ, അല്ലെങ്കിൽ ഇന്ന എക്യുപ്മെന്റ്സിന്റെ ഉപയോഗം ഈ കുട്ടിക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അപ്പൊ അവരവിടേക്ക് വിടുകയാണ് ചെയ്യും. അവരെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കാണ് വിടുന്നത്. അതാണ് ആ പറയുന്നത്. എന്തെങ്കിലും സേവന കണ്ടീഷനിൽ ആവശ്യമായിട്ട് വരികയാണ്. ഓക്കെ, എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. പ്രോപ്പർ ന്യൂബോൺ കെയർ തിങ്സ് റിക്വയർഡ് ടു ബി കാണുക. എന്താണ്, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ന്യൂബോണുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശാസ്ത്രശിശുക്കൾക്ക് ഇതൊക്കെ കാര്യങ്ങൾ നോക്കാം. ബിഫോർ ഹാൻഡ്ലിങ് ദ ബേബി സ്ട്രിക്റ്റ്ലി വാഷ് ഹാൻഡ്സ്. അതായത് നമ്മള് അറിയാം പുതിയ കുട്ടിയാകുമ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇമ്മ്യൂണൈസേഷൻ അങ്ങനെ ആയിട്ടില്ല അല്ലെ. പ്രകൃതിയോടും പൊടികളോടും അതിന്റെ അന്തരീക്ഷത്തിന്റെ എല്ലാ ഇതുകളോടും ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ടും എന്താണ് ബിഫോർ ഹാൻഡ്ലിങ് ദ ബേബി സ്ട്രിക്റ്റ്ലി വാഷ് ഹാൻഡ്സ്. എപ്പോഴും ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വാഷ് ചെയ്യണം, ഹാൻഡ് വാഷ് ചെയ്യണം. Rooming in the baby with the mother. നമുക്കറിയാം ഈ പേഷ്യന്റ്, അതായത് ഈ വുമൺ എന്ന് പറയുന്നത് മാമ എന്ന് പറയുന്നത് ഒരു തരത്തിലെ പേഷ്യന്റ് ആണ്. ഡെലിവറിക്ക് ശേഷം ചെറുതായിട്ടെങ്കിലും ചിലപ്പോൾ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എനിവേ ഈ കുട്ടി ഒരു ചൂടും അവരുടേതായ കാര്യങ്ങളും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് കിടക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെയാണ് കുട്ടിയുടെ വളർച്ച പ്രകൃതിയോടെ ഇടചെല്ലാനായിട്ട് കുട്ടിക്ക് സാധ്യമാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് റൂമിങ് ഇൻ ദ ബേബി വിത്ത് ദ മദർ. മദറിന്റെ ചൂട് കിട്ടാനുള്ള അറേഞ്ച്മെന്റ് ആണ് ചെയ്യേണ്ടത്. കീപ്പിംഗ് ദ ബേബി വാം. നമുക്കറിയാം എപ്പോഴും ബേബിക്ക് ഒരു ചൂട് വേണം അല്ലെ. നമ്മള് കുട്ടിയെ കറക്കിയും കവലിൽ ഇങ്ങനെ ഉപയോഗിച്ച് പൊതിഞ്ഞാണ് കുട്ടിയെ കൊണ്ടുവരുന്നത്. കാരണം ആ കുട്ടിക്ക് അതിൻ്റെതായ ഒരു ചെറിയ ചൂട് സപ്പോർട്ട് ആവശ്യമാണ്. കാരണം ഉള്ളിലായിരിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ടെമ്പറേച്ചർ ഒക്കെ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ കിടന്നേക്കും. ഭൂമിയിലെ പെട്ടെന്ന് വരുമ്പോഴുണ്ടാകുന്ന ആ ഒരു തണുപ്പൊന്നും അതിനെ സ്വീകരിക്കാൻ പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എന്തായാലും കുട്ടിക്ക് ചൂട് കൊടുക്കാനായിട്ട് ശ്രമിക്കും. Extra care should be taken to the temperature in preterm and low baby weight baby. ചെറിയ നമ്മുടെ വെയിറ്റ് കുറഞ്ഞ കുട്ടികളാണ്. നേരത്തെ നമുക്കറിയാം ഒരു 9 month 9 days കൂടി ചേർന്നിട്ടാണ് ഒരു കുട്ടി വരുന്നത് അല്ലെ. അതിന് മുമ്പ് ചാൻസ് തന്നെ വരാനായിട്ട് ചിലപ്പോൾ കുട്ടിയുടേതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വുമണിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരത്തെ ക്ഷണിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ആ കുട്ടിക്ക് എന്താണ് അതിൻ്റെതായ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല, വെയിറ്റ് ഒന്നും ആ കുട്ടിക്ക് ഉണ്ടായെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക സ്പെഷ്യലി കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അവരുടെ ടെമ്പറേച്ചറിനാണെങ്കിലും നമ്മൾ കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
Then keep the board dry and clean. എപ്പോഴും കുട്ടിയെ പൊടിയുമായിട്ട് മിക്സ് വരുന്നത് കൊണ്ട് തന്നെ അത് ഒന്ന് ഉണങ്ങാനുള്ളത് വരെ അത് നന്നായി തന്നെ സൂക്ഷിക്കണം. Then the care provider should receive the newborn at given intervals after delivery. ഡെലിവറിക്ക് ശേഷം 3 മണിയാണെങ്കിൽ കുട്ടീനെയാണെങ്കിൽ 3 മണിക്കൂറോ കഴിഞ്ഞ് ആ കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തോട്ടോ ചിലപ്പോൾ നഴ്സുമാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അവർക്ക് കുട്ടിയായിട്ട് ഇങ്ങനെ ഇന്റർവെൽസിനിടയ്ക്ക് വന്ന് കുട്ടിയെ പരിശോധിക്കുക, അതായത് വിലയിരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇൻ കേസ് ചിലപ്പോൾ വുമൺ ആണെങ്കിൽ അതനുസരിച്ചുള്ള ബ്ലീഡിങ് പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കേണ്ടതായിട്ട് പറയുന്നു. ഓക്കെ, ഇതും നിങ്ങൾക്ക് എങ്ങനെയാണ്? ഓക്കെ ആയോ? വായിച്ചു നോക്കിയ ലോ ബേബി വെയിറ്റ്. പിന്നെ എന്തെങ്കിലും വേറെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തേ. ഓക്കെ, entry to the labor room should be indirected typically. Sorry, protocols for entry to the labor room. ഇവിടെ നമ്മൾ നെക്സ്റ്റ് പഠിക്കാനുള്ളത് നിയമങ്ങൾ. ലേബർ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാക്കേണ്ട കുറെ നിയമങ്ങൾ സാധ്യതകളൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, entry to the labor room should be indirect. Typically a proper solar requires to be made if possible to change of shoes, wear of mask and cap before getting into the labor room. അതായത് നമുക്കറിയാം എവിടെയും ലോ ബേബി വെയിറ്റ് എന്ന് പറഞ്ഞാൽ ലോ ബർത്ത്. അപ്പൊ നോക്കാം എന്താണ് ഇതിൽ പറയുന്നത്. LBW ഫോം എല്ലാവരും ചെയ്തെടുത്തോ? ലോ ബർത്ത് വെയിറ്റ് എന്നാണ് വെയിറ്റ്, അതായത് ബേബിയുടെ വെയിറ്റ് കുറഞ്ഞു പോകുന്ന എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് പ്രോട്ടോകോൾസ് ഓഫ് ദ ലേബർ റൂമിൽ. ലോ ബർത്ത് വെയിറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ബേബിയുടെ വെയിറ്റ് ഇപ്പൊ നേരത്തെ കുട്ടി ഡെലിവറി ചെയ്ത് വരികയാണ് അല്ലെ, നമ്മൾ 9 months 9 days ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ കഴിയുന്നത്. ഇൻ കേസ് ചിലപ്പോൾ പ്രീമേച്ചർ ആയിട്ടുള്ള കുട്ടികൾ, അതായത് നേരത്തെ ബേൺ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വെയിറ്റ് കുറവായിരിക്കും. അതാണ് ലോ ബേൺ ബർത്ത് ലോ ബേൺ വെയിറ്റ് എന്ന് വെച്ച് പറയുന്നത്. ലോ ബർത്ത് വെയിറ്റ്. ഓക്കെ, അതായത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ബേബിയുടെ വെയിറ്റ് കുറഞ്ഞു വരുന്ന അവസ്ഥ. അവർക്ക് എക്സ്ട്രാ ഒരു കെയർ കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു വരുന്നത് പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ടു ദ ലേബർ റൂം. ലേബർ റൂമിന്റെ പ്രോട്ടോകോൾസിനെ കുറിച്ചിട്ടാണ്. അതിലെന്താണ് നമ്മൾ സാധാരണയായിട്ട് നമുക്കറിയാം ലേബർ റൂം ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് നമുക്ക് എല്ലായിടത്തും പോയി കൂടി നടന്നിട്ട് പോയി ചെന്നാൽ ലേബർ റൂമിലൊന്നും കയറാനായിട്ട് സാധിക്കില്ല. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, അവിടെ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ആ ലേബർ റൂമിൽ കിടക്കുന്നതിന് മുമ്പ് എന്താണ് മസ്റ്റ് ആയിട്ട് ചേഞ്ച് ഷൂസ്, വേറെ മാസ്ക്, ആൻഡ് ക്യാപ്പ്, അതായത് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഷൂസും മാസ്കുകളും ക്യാപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് മാത്രമേ ലേബർ റൂമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ലേബർ റൂം ഷുഡ് ബി ഇൻഡയറക്റ്റ്. ടിപ്പിക്കലി അവിടെ വെറുതെ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും നമുക്ക് പോകാനായിട്ടൊന്നും പാടില്ല. Typically, for someone request to be made if possible to change your shoes. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സോൺ ആയതുകൊണ്ട് തന്നെ അവിടെ ചേഞ്ച് ഷൂസ്, വെയർ ഓഫ് മാസ്ക് ആൻഡ് ക്യാപ്പ് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം മാറ്റി അല്ലെ. നമ്മൾ എവിടെയും കൂടി നടന്ന ചക്രം യൂസ് ചെയ്തിട്ടൊന്നും പോകാനായിട്ടൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. Then a second point, entry to the labor room should be permitted only to the pregnant woman, her birth partner, doctor, nurse, on duty, and other support staff. അതായത് എല്ലാവരും ഒരുപാട് ആൾക്കാരൊന്നും അവിടെ പബ്ലിക് ആയിട്ടൊന്നും പ്രവേശിക്കാൻ പറ്റുന്ന ഏരിയ അല്ല. അവിടെ സാധാരണ മെയിൻ ആയിട്ട് പോകേണ്ട വ്യക്തി എന്ന് പറയുന്നത് only to the pregnant woman, her birth partner, ഹസ്ബൻഡിനൊക്കെ പോകാം. ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഡോക്ടർ, നഴ്സ്, on duty, and other support staff. നമുക്കറിയാം അവിടെ വ്യത്യസ്ത ആയിട്ടുള്ള സാധാരണ യൂസ് ചെയ്യുന്നവരും മെഷീൻസ് സംഭവങ്ങളൊക്കെയാണ് ചിലപ്പോൾ റിപ്പയർമെന്റിന് വേണ്ടിയിട്ടോ. എന്ന് പറയുന്നത് നമ്മുടെ
അസിസ്റ്റ് ചെയ്യുന്ന നഴ്സുമാരാണ്. അതായത് നമ്മുടെ സ്റ്റാഫ് നഴ്സ് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നഴ്സുമാർ. ഓക്സിലിയറി നഴ്സ് മിഡ്വൈഫറി എന്നാണ് അതിന്റെ ഫുൾഫോം. ഓക്സിലിയറി നഴ്സ് മിഡ്വൈഫറി അതായത് സപ്പോർട്ടീവ്, നമ്മുടെ സ്റ്റാഫ് നഴ്സിനേക്കാളും താഴെയുള്ള പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരാണ് അവര്. അപ്പൊ അവരെന്താ പറയുന്നത്, അതർ സപ്പോർട്ട് സ്റ്റാഫ്, ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. അതായത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നഴ്സുമാരെ എന്തിനൊക്കെ സപ്പോർട്ട് ചെയ്യും നമുക്കറിയാം. തിരിച്ച് കിടത്താനും പിടുത്താനും കാറ്റേഴ്സ് സപ്പോർട്ടീവ് നഴ്സുമാരൊക്കെ കൊണ്ടുവരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നഴ്സുമാരോ മറ്റു നഴ്സിംഗ് സ്റ്റാഫ് നഴ്സുമാരോ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചിലപ്പോ ഇടയ്ക്കെങ്കിലും വിസിറ്റ് ചെയ്യാനായിട്ട് ഹസ്ബൻഡിനെയോ അങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ട് ലേബർ റൂമില് പ്രവേശിപ്പിക്കാറ് എന്നുള്ളതാണ്. ക്ലീനിങ് സ്റ്റാഫ് ഷുഡ് ബി അലൗഡ് പീരിയോഡിക് എൻട്രി. അതായത് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് പീരിയോഡിക് ആയിട്ട് അവരെ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനിങ് സ്റ്റാഫുകളും പ്രവേശിപ്പിക്കാറുണ്ട്. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ റൂം, slippers, cap and a mask should be worn by all visitors including the member. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും പോയി ഒന്നും പോകാൻ പാടില്ല, കൃത്യമായ വ്യക്തികൾക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും തന്നെ എന്താണ് നമ്മുടെ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ബാധിച്ചതാണ്. അതായത് ലേബർ റൂമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സ്ലിപ്പർ, ക്യാപ്പ് ആൻഡ് should be worn by all visitors including the, അതായത് in case ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി അവരും കൃത്യമായിട്ട് തന്നെ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് വേണം അവരെ പ്രവേശിക്കാനായിട്ട്. Then any visitors of people other than on-duty staff, pregnant woman and birth companion to the labor room should be short and timed to the task, such as cleaning. അതായത് നമ്മള് പറഞ്ഞു ഇവരെല്ലാവരും വിസിറ്റ് ചെയ്യാനായിട്ട് പോവാറുണ്ട് എന്ന് പറയുന്നത്. അതായത് ഇവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോകാം. pregnant woman and birth companion to the labor room should be short and timed to the task. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് നേരം ഹസ്ബൻഡിനെ അതായത് കമ്പാനിയൊന്നും അനുവദിക്കരുത്. നിശ്ചിത സമയം വരെ അവരെ കണ്ടിട്ട് വിസിറ്റ് പോരാനായിട്ട് അനുവദിക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അതായത് ക്ലീനിങ് സെക്ഷൻ ആണെങ്കിൽ അവരവരുടെ ഡ്യൂട്ടി ചെയ്തിട്ട് അപ്പൊ തന്നെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇതിന്റെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് മെയിൽ സ്റ്റാഫ് എൻട്രി ഷുഡ് ബി കൺഫൈൻഡ് ഓൺലി ടു ദോസ് who are on duty or have been called for any accessories and fittings. They should be humble and gracious to the dignity and the privacy of the work. അതായത് നമ്മളിപ്പോ വ്യക്തികളൊക്കെ ഇലക്ട്രിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന്റെ റിക്വയർമെന്റോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മേളിൽ സ്റ്റാഫുകൾ വരാം. പക്ഷെ അവരൊന്നും അവിടെ അധിക സമയം ചെലവഴിക്കാനായിട്ട് പാടുന്നതല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെലവഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം നമ്മളുടെ പ്രൈവസി നമുക്കറിയാം, പേരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്, അതേമാതിരി ഡെലിവറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഓപ്പൺ ആവാനുള്ള ചില സംഭവങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ അവിടെ ആ പ്രൈവസി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ മെയിൽ നഴ്സുമാരൊക്കെ മെയിൽ സ്റ്റാഫുകളെല്ലാം അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു പോകേണ്ടതാണ് എന്നുള്ളതാണ്. ഇതെല്ലാം ലേബർ റൂമിൽ പാലിക്കേണ്ട കുറച്ച് പ്രോട്ടോകോൾസുകളാണ്. വീണ്ടും പറയുന്നുണ്ട് പ്രോട്ടോകോൾസ് ഫോർ വർക്കിംഗ് ഇൻ ദ ലേബർ റൂം. ഇൻ കേസ് അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് വ്യക്തികൾക്ക് വീണ്ടും കുറച്ച് പ്രോട്ടോകോൾസ് വീണ്ടും വിവരിക്കുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. All the staff must wear personal protective at the time of performing a delivery and to all other times gaps and mask must be worn. അതായത് നമ്മുടെ ഡെലിവറിയുടെ ആ ഒരു ലേബർ റൂമിലേക്ക് പ്രവേശിക്കാൻ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ടുള്ള ഷൂസും ക്യാപ്പും ഇതെല്ലാം ധരിച്ചിട്ട് വേണം നമ്മൾ പറഞ്ഞു. അപ്പൊ അതെല്ലാം എന്താണ് അവര് പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയും കൂടിയാണ് ഇത്തരം സാധനങ്ങളൊക്കെ ധരിക്കുക എന്നൊക്കെ പറയുന്നു. Then disposable sterile gloves should be used after accurate hand washing while examining or the delivery. അതായത് എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഇതിന്റെ മൊത്തത്തില് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗ്ലൗസുകളും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. ഇൻ കേസ് ചില വ്യക്തികൾക്ക് ചിലപ്പോ എന്താ പറയുക നമ്മൾ അലർജിക് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരും അതിൻ്റെതായിട്ടുള്ള അഡ്ഹറൻസ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള അടങ്ങുന്ന തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കണം, മുൻകരുതലായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. Disposable sterile gloves should be used after accurate hand washing while examining or the delivery.
protocols for infection prevention, that is adherence, sorting out and disposal in the bins. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ സംഭവങ്ങളല്ല നമ്മളിപ്പോ ഉപയോഗിക്കുന്ന വസ്തുക്കളെന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന മാസ്കുകളാണെങ്കിൽ മറ്റു സാധനങ്ങളെല്ലാം ആണെങ്കിൽ തന്നെ ഇതെന്താണ് ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് നമ്മൾ പോരാൻ പാടില്ല. അതെല്ലാം കണ്ടാമിനേറ്റഡ് അല്ലെ മലിനമാക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം സെപ്പറേറ്റ് എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ തന്നെ ആ സെപ്പറേറ്റ് ബിൻസിൽ തന്നെ ഡിസ്പോസ് ചെയ്യുക. സ്ട്രിക്ട്ലി ബി adhered and the protocol poster should be wall mounted in the area where color coded bins ആണ് located. നമുക്കറിയാം ഇന്ന സാധനങ്ങളെ ഇന്ന ബോക്സിൽ നിക്ഷേപിക്കണം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ കൂടുതലാണ് ബുദ്ധിമുട്ട്, അതായത് നശിപ്പിക്കേണ്ടതാണ്. ഹസാർഡ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അപകടകരമായ വേസ്റ്റുകളൊക്കെ അങ്ങനത്തെ ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സ് അത്തരം വസ്തുക്കൾ നിക്ഷേപിക്കാം. ഓരോന്നിനും ഒന്നും ചിലപ്പോൾ കളർ കോഡ് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളർ കോഡ് ഉപയോഗിച്ചിട്ടുള്ള ഭിന്നായിരിക്കും. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടുള്ള ഭിന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓരോന്നിന്റെയും അനുസരിച്ചിട്ട് തന്നെ അതിൽ തന്നെ നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇതും എന്താണ് വർക്കേഴ്സിന് കൊടുക്കുന്ന മറ്റൊരു പ്രോട്ടോകോളാണ്. എല്ലാം എല്ലാ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ യൂസ് ചെയ്യുന്നത് മാത്രമല്ല അത് കൃത്യമായിട്ട് നിക്ഷേപിക്കേണ്ട പ്ലേസിൽ തന്നെ നിക്ഷേപിക്കണം എന്നുള്ളതായിരുന്നു കൂടി പറഞ്ഞു. ഓക്കെ, നമുക്ക് പഠിപ്പിക്കാനുള്ള ലാസ്റ്റ് ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ് സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ വിഭാഗം. ആ ഒരു ലാസ്റ്റ് വിഭാഗം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോകാട്ടോ. വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമെന്നിരിക്കണ്ട. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷനും കൂടി എടുത്തിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യണം. അതിൽ റിവൈസ് ചെയ്യാം. ലാസ്റ്റ് നോക്കാം. എന്താണ് സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം. അതിനെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലേബർ റൂമിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു കുറെ നഴ്സുമാരും ഡോക്ടേഴ്സിന്റെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്ന കാര്യമാണ് ക്ലീനിങ് എന്ന് പറഞ്ഞ സെക്ഷൻ അല്ലെ. അവിടെ പ്രധാനമായിട്ട് ക്ലീനിങ് ഏരിയക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തടുത്ത് പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യത കുട്ടികൾക്കാണെങ്കിലും വുമൺ ആണെങ്കിലും പ്രതിരോധ ശേഷിക്കുള്ള സാധ്യത കപ്പാസിറ്റി ലോ ആയിരിക്കുന്ന ടൈം ആയതുകൊണ്ട് അവിടെ ശരി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അവർക്ക് അല്ലെങ്കിൽ രോഗം വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് എപ്പോഴും ഈ ക്ലീനിങ് ഏരിയക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മറ്റ് പ്ലേസുകളെ അപേക്ഷിച്ച് ലേബർ റൂം ആയതുകൊണ്ട് വേസ്റ്റുകൾ ധാരാളം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ക്ലീനിങ് സെക്ഷന് കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി ഓഫ് കെയർ ഇൻ ദ ലേബർ റൂം അതിന്റെ ആ ഒരു ക്വാളിറ്റി അതിന്റെ ആ ഒരു ഗുണനിലവാരത്തെ കുറിച്ചിട്ടുള്ള വിശകലനമാണ് പറയുന്നത്. നോക്കാം. ഷുഡ് ഹാവ് എ നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഫോർ എ ഇവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ്. അതായത് നമ്മൾ എപ്പോഴും തന്നെ ഈ നീറ്റ്നെസ് എത്രത്തോളമാണ് നടത്തേണ്ടുള്ളത് എന്നുള്ളത് ചെക്ക് ലിസ്റ്റ് എവാലുവേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇടയ്ക്ക് സൂപ്പർവൈസിങ്ങിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അറിയാം എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്
എന്നുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും വിലയിരുത്തേണ്ടതാണ്. എവാലുവേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത് എവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റ് എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അത് എപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. ആൻഡ് സൈൻഡ് ബൈ ദ സൂപ്പർവൈസർ ഹു കോണ്ടാക്ട് എ വിസിറ്റ് ഓഫ് ദ ലേബർ റൂം. അതിനുശേഷം എന്താണ് സൂപ്പർവൈസർ അത് ഓക്കെയാണ്, എവാലുവേഷന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നിരീക്ഷിച്ചതിന് ശേഷം അവര് അത് സൈൻ ചെയ്യണം. Then the facility in charge should visit the labor room twice during each week. അതായത് ഈ നമ്മുടെ എപ്പോഴും നമ്മൾ പറഞ്ഞു ഇങ്ങനെ വിസിറ്റ് ചെയ്യണമെന്ന്. പ്രധാനമായിട്ടും ഇതിന് ചാർജ് കൊടുക്കുന്ന വ്യക്തി അല്ലെ, ലേബർ റൂമിന്റെ ചാർജ് കൊടുത്തിരിക്കുന്ന വ്യക്തി തന്നെ എന്തായാലും 2 പ്രാവശ്യമെങ്കിലും ട്വൈസ് ഡ്യൂറിങ് ഈച്ച് വീക്ക്, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് ഇങ്ങനെ വിസിറ്റ് ചെയ്യണം. ക്ലീൻ ആണോ എന്ന് പരിശോധിക്കാം. Then the OPG or MU, അതായത് ഒബ്സ്റ്റ്രിക് നമ്മുടെ ഗൈനക്കോളജി വിഭാഗം എന്നുള്ള മീനിങ്ങിലാണ് OPG, ഒബ്സ്റ്റ്രിക് ആൻഡ് ഗൈനക്കോളജി. In charge of the labor room is required to visit the labor room twice every day. അതിന് ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അവഗണത്തിൽ നിന്ന് ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിക്ക് അത് അവരെന്താണ് അതൊക്കെ വിസിറ്റ് 2 പ്രാവശ്യമെങ്കിലും എവരി ഡേ, ഓരോ ദിവസത്തില് 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യണം. അതായത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോണേന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. വീണ്ടും the nursing supervisors or nurse in charge should visit at least once in a every shift. ഓരോ ഷിഫ്റ്റിലും എന്താണ് നേഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇൻചാർജ് നേഴ്സ് വന്നിട്ട് വിസിറ്റ് ചെയ്യണം. അവിടെ ക്ലിയർ ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ഷിഫ്റ്റ്. Then next എന്ന് പറയുന്നത് supervisors should also analyze the availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. അതായത് നമുക്കറിയാം ഇവിടെ ഒരുപാട് വസ്തുക്കളുടെ ആവശ്യമുണ്ട് അല്ലെ, ചില സ്ഥാപനങ്ങളിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ എക്യുപ്മെന്റ്സിന്റെയും എക്യുപ്മെന്റ്സിന്റെയൊക്കെ ആവശ്യമുണ്ട്. അതെല്ലാം എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ? അതേമാതിരി തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രാക്ടീസുകളെല്ലാം, അതായത് ഈ സ്റ്റാഫുകളെല്ലാം കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഇവർക്ക് എന്തെങ്കിലും പ്രാക്ടീസ് കൊടുക്കാനുണ്ടെങ്കിൽ പ്രാക്ടീസ് ഒക്കെ കൃത്യമായിട്ട് തന്നെയാണോ, സൂട്ടബിളി അത് നടക്കുന്നുണ്ടോ, ടൈമിൽ കൃത്യമായ സമയത്ത് നടക്കുന്നുണ്ടോ എന്നൊക്കെ ഇദ്ദേഹം സൂപ്പർവൈസർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. Then every month a labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. അതായത് എല്ലാ മാസവും every month എന്താ പറയുന്നത് എല്ലാ മാസം തന്നെ ലേബർ റൂമില് പ്രാക്ടീസും ചെയ്യിക്കാൻ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരവലോകനം ചെയ്യൂ എന്ന് പറയില്ലേ. അതായത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും മെഷീനൊക്കെ അടർത്തി ചെയ്യണോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഇവിടെ വന്ന് ഡെലിവറി ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ പിടിപെടുന്നുണ്ടോ, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത നമുക്ക് നമ്മുടെ ക്ലീനിങ് കൊണ്ട് ഉണ്ടാവുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു വിലയിരുത്തൽ അതാണ് ഉദ്ദേശിക്കുന്നത്. They should ponder on ways to improve the quality in the labor room. അതായത് ചിന്തിക്കുക എന്നാണ് ponder എന്ന മീനിങ്. They should ചിന്തിക്കുന്നു on way improve the quality in the labor room. Feedback of a supervisor, supporting the supervisions should also share during these meetings. എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള എന്തെങ്കിലും സൂപ്പർവിഷന്റെ ആ തീരുമാനത്തിൽ ഇടയ്ക്ക് മീറ്റിംഗ് ഒക്കെ കൂടി തീരുമാനിക്കുമ്പോൾ അറിയാം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കറണ്ട് കൂടെയും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും സ്റ്റാഫിനെ കുറച്ചിട്ട് ചിലപ്പോൾ ഇതിനേക്കാൾ ഒരു ക്ലീൻ ആയിട്ട് നടത്താനായിട്ട് സാധിക്കും. ഇൻ കേസ് ചില കാര്യങ്ങൾക്ക് സ്റ്റാഫിനെയും കൂടി ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ മീറ്റിംഗ് കൂടിയിട്ട് ഇവർക്ക് തന്നെ വിലയിരുത്താനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. They should ponder on way improve the quality in the labor room. Feedback of supportive supervision should also be shared during this meeting. The last paragraph പറയുന്നത് labor room should thus provide standardized and high quality service during childbirth, control of infection and safety are also weighted functions looked into the labor room. അതായത് പ്രധാനമായിട്ടും ഹൈ ക്വാളിറ്റി നൽകുന്ന ഒരു സർവീസ്, അതായത് കുട്ടിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചൈൽഡ് ബർത്ത് കൺട്രോളിലേക്ക് ഇൻഫെക്ഷൻ ഒന്നും വരാതെ തന്നെയാണ് കുട്ടികളെ പറഞ്ഞിരിക്കാൻ പറ്റുന്നത് ഇതിന്റെ ടൈമിനുള്ളിലേക്ക്. അങ്ങനെ സേഫ്റ്റി ആർ ഓൾസോ വെയ്റ്റഡ് ഫാക്ടേഴ്സ് ഇതുവരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള കാര്യമാണ്.
അബ്ഡോമിന്റെ അവസാനമായിട്ട് പറയുന്നത് ലേബർ റൂം ഷുഡ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ് ഹൈ ക്വാളിറ്റി സർവീസ് ആണ് കൊടുക്കുന്നത്. ഡ്യൂറിങ് ചൈൽഡ് കൺട്രോൾ ഇൻഫെക്ഷൻ ആകുന്നു, അസുഖങ്ങൾ പിടിപെടാതെയാണ് ഇവിടുത്തെ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ്. സേഫ്റ്റി ആർ ഓൾസോ വെയിറ്റിംഗ് ഫാക്ടേഴ്സ് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ പോർഷൻ ഇപ്പോ ഉള്ളതും എടുത്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ജസ്റ്റ് വായിച്ചോളൂ. കൂടെ പറയാമോ എന്നൊക്കെ സുഷ്മേന എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട്? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, നമുക്ക് ചോദിക്കാം. നെക്സ്റ്റ് അവറും ഞാൻ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു തരാം ഏത് ഭാഗമൊക്കെയാണെന്ന്. അല്ലെങ്കിൽ ആദ്യം മുതലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആദ്യം മുതലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്യാനാണോ? ആക്ച്വലി അങ്ങനെ സാധാരണ നമ്മള് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. നോക്കാം, എനിക്ക് നെക്സ്റ്റ് അവർ കിട്ടിയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് തരാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് സമയം പഠിക്കാനുണ്ടാവും. പോർഷൻസ് എല്ലാവരെയും കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലെ? കൂടിയാണ് റിവ്യൂ. എല്ലാവരോടും പറയുമ്പോൾ മൊത്തത്തിൽ പ്രോബ്ലമാണ്. വിഷയം അതാണ് നല്ലതെന്ന് തോന്നുന്നത്. ഇതാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്? നാളെ ഉണ്ടാവില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാളെ സാറ്റർഡേ ഉണ്ടാവില്ല, നമുക്ക് മൺഡേ അല്ലേ? നമുക്ക് ഇനി നെക്സ്റ്റ് മൺഡേ ആണോ ഉള്ളത്? മൺഡേ ഉള്ള ക്ലാസ്സിൽ എനിക്കാണ് ക്വസ്റ്റ്യൻസ് തരാൻ പറ്റും. ഞാൻ 2 ചാപ്റ്ററുടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാറുണ്ട് അല്ലേ? ബേസിക് അഡ്മിനിസ്ട്രേഷനും അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഇതിന്റെ റിവിഷൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ച? ചാപ്റ്റർ ഒന്നും കൂടെ പറയാമോ? ഓക്കെ, നമുക്ക് റിവൈസ് ചെയ്യാം. നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്ത് നോക്കണം, കാരണം നിങ്ങളും കൂടി പഠിച്ചു പോരേണ്ടതാണല്ലോ. ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല. അപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോകാൻ പറ്റും, നിങ്ങൾക്ക് പഠിച്ചു പോകാനും പറ്റും.
നമ്മള് ലേബർ സർവീസിന്റെയാണ് ചാപ്റ്ററിന്റെ ഒന്നുകൂടെ നമ്മൾ റിവൈസ് ചെയ്യാണ്. സ്പീഡിലൊക്കെ എടുത്തതാണ്, അറിയാം. ഇപ്പൊ എന്തായാലും അവസരം കിട്ടിയാലും കൂടെ ഒന്നുകൂടി റിവൈസ് ചെയ്യാനായിട്ടും സാധിക്കും, നിങ്ങൾക്കും പഠിച്ചു വരാൻ സാധിക്കും. അപ്പൊ എന്താണ് നമ്മൾ ആദ്യം തന്നെ ലേബർ ഹോം സർവീസിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞത് അവിടെ വരുന്ന കുറെ ഏരിയാസിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു നോക്കി ആ ഏരിയാസിനെ കുറിച്ചൊന്ന്, ഏതൊക്കെ തരത്തിലുള്ള ഏരിയാസ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്? അറിയോ? ഒരു ലേബർ റൂം ആവുമ്പോ കുറച്ച് ഏരിയാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഇതിൽ വായിക്കാതെ തന്നെ നമുക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിലെ വരുന്ന ഏരിയ, then എക്സാം ചെയ്യുന്ന ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ലേബർ റൂം, ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. എല്ലാം എന്താണ് ആ ലേബർ റൂമിനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഫസ്റ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി പോകുന്നു, അവിടെ എക്സാം ചെയ്യുന്നു, നമ്മളുടെ സമയം എന്തൊക്കെയാണ് കൊണ്ട് എക്സാം ചെയ്യുന്നു. പ്രീ ഡെലിവറി റൂം, അതായത് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും പെയിനൊക്കെ തന്നിട്ടാണെങ്കിൽ തന്നെ അവിടെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ദെൻ ഡെലിവറി ലേബർ റൂം, പിന്നെ പോസ്റ്റ് ഡെലിവറി സാധാരണയായിട്ട് ലേബർ റൂം, അതിനുശേഷം നിരീക്ഷണത്തിന് ഒബ്സർവേഷന് വേണ്ടി എടുത്തുന്ന റൂം. ഈ ഏരിയകളാണ് പൊതുവെ അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡെലിവറിയുടെ ടൈമൊക്കെ ആവുമ്പോഴാണ് പൊതുവെ നമ്മൾ ലേബർ റൂമിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം അതായത് ലേബർ ഡെലിവറി റിക്കവറി റൂം, അതായത് ലേബർ റൂമിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവര് പൊതുവെ നമ്മൾ എന്താണ് ഒബ്സർവേഷന് വേണ്ടിയിട്ട് മറ്റൊരു റൂമിലേക്ക് കടത്താറുണ്ട്. അതെല്ലാം അവിടെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ എന്താണ് സഫീഷ്യന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കും. കൺസ്യൂമബിൾ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ട്രെയിൻഡ് ഹ്യൂമൻ റിസോഴ്സസ്, സാധാരണയായിട്ട് ലേബർ റൂമിലെ ഡോക്ടേഴ്സും നഴ്സുമാരും അസിസ്റ്റ് ചെയ്യാനുള്ള നഴ്സുമാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പ്രധാനമായിട്ട് അവിടെ ഉണ്ടായിരിക്കുക. അവരെല്ലാവരും എന്താണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. പിന്നെ അവിടുത്തെ കുറെ കാര്യങ്ങൾ, അതായത് അത്യാവശ്യം അവിടെ ഉണ്ടായിരിക്കേണ്ട കുറെ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നു. ലൊക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചു പോയ എളുപ്പമുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ലൊക്കേഷനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അതൊക്കെ ആണെങ്കിലും പറയാം. ആർക്കൊന്നും പറയാൻ പറ്റത്തില്ല, മെസ്സേജ് അയക്കാൻ പറ്റുമോ? ഞാൻ തന്നെയാണ് റിവൈസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കൂടി ചെയ്യാൻ പറ്റില്ലേ? ലൊക്കേഷനിൽ എന്താണ് കുഴപ്പമില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാ. നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും ക്യാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു പോകുന്ന ഒരാളെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നത്. ലൊക്കേഷനിൽ എന്താണോ ഓക്കെ കൺവീനിയന്റ് ഐസൊലേറ്റഡ് ഏരിയ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം അവർക്ക്, നല്ലൊരു ആൻസറാണ്. അതായത് ഒരു പ്രൈവസി അവർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ട പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പോയിന്റ് കൂടി എടുത്ത് പറയാനുള്ളത്, ഓപ്പറേഷൻ തിയേറ്ററിനോട് അടുത്തായിരിക്കാം ഇത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇൻ കേസ് ഒരു ഓപ്പറേഷന് വിധേയമാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഓപ്പറേഷൻ തിയേറ്റർ നിയർ ആയിരിക്കും. അങ്ങനെ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ടും ലൊക്കേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഡിസൈനിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അതിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ? ലൊക്കേഷന്റെ കാര്യം നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ പബ്ലിഷ് ചെയ്യാണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയും ഓപ്പറേഷൻ തിയേറ്ററിന് നിയർ ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചും പോകും, അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് പറയുന്നത്. ഓക്കെ, ഞാനിങ്ങനെ റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം വീണ്ടും റിവൈസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആൻസർ വരുന്നത്. അപ്പൊ ഡിസൈനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ അവിടെ എന്തൊക്കെയാണോ? ഓക്കെ, ലാർജ് ഡോറാണ് പാസ് ചെയ്യാനായിട്ട് പറ്റണം. അതേമാതിരി തന്നെ പറയുന്ന കാര്യമാണ് അവിടെ നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം, നല്ല വെന്റിലേഷൻ സൗകര്യങ്ങളായിരിക്കണം. പിന്നെന്താണ് യൂട്ടിലിറ്റി ഏരിയാസ്, അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയാസ് ഉണ്ടായിരിക്കണം. അല്ലെ, കുട്ടിയെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം, രോഗിക്ക് വിശ്രമത്തോട് കൂടി കിടക്കണം. പിന്നെ എന്തെങ്കിലും ഓട്ടോക്ലേവ്, അതായത് നമുക്ക് ശരിയാണ്, അതായത് നമ്മൾ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്ത് അത് ഉണക്കി സൂക്ഷിക്കുന്ന തരത്തിലാക്കി വെക്കേണ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കണം.
ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്താണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ സെറ്റ് ചെയ്ത് വെക്കണം അല്ലേ. ഇവിടെ ഓരോ പ്ലേസുകൾ ഉണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. കുട്ടിയെ ബ്ലെൻഡ് ചെയ്യാനുള്ള ഏരിയ, അല്ലെങ്കിൽ രോഗിക്ക് വിശ്രമിക്കാനുള്ള ഏരിയ, പിന്നെ ഇന്ന ഇന്ന സാധനങ്ങൾ, അതായത് ഓട്ടോക്ലോവ് പോലുള്ള സാധനങ്ങള്, എക്യുപ്മെന്റ് ടൂൾസുകള്, പിന്നെ അത്തരത്തിൽ എല്ലാം എപ്പോഴും എവിടെയും ക്ലീൻ ചെയ്യുന്ന പ്ലേസുകളായിരിക്കണം. പിന്നെ എപ്പോഴും അവിടെ സൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും ഭയങ്കര ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ഒബ്സർവേഷൻ ഫെസിലിറ്റി, അതായത് എക്സാം ചെയ്യാനായിട്ട് നേരത്തെ എടുക്കാനായിട്ടുള്ള ഫെസിലിറ്റി, അതായത് അത്തരം കാര്യങ്ങൾ ഒബ്സർവേഷന് വേണ്ടിയിട്ട് രോഗിയെ പരിശോധിച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റൂം ആയിരിക്കണം എന്ത് ലേബർ റൂം എന്ന് പറഞ്ഞു. ഇനി അതിന് വീണ്ടും ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് ഉണ്ട്. അവിടെ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന്റെ കൂടെ തന്നെയുള്ള കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. വെയിറ്റിംഗ് റൂം, സ്ക്രബ് ഏരിയാസ്, വാഷിംഗ് ഏരിയ, ഡ്യൂട്ടി റൂംസ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ക്ലോത്തിങ് ചേഞ്ചിങ് ഏരിയ, സ്റ്റെറിലൈസിംഗ് ഫെസിലിറ്റീസ്, ക്ലിനിക്കൽ ഏരിയാസ്, അതായത് ഇത്തരം സൗകര്യങ്ങളെല്ലാം എന്താണ് അതിൽ ഉണ്ടായിരിക്കണം. അതായത് ലേബർ റൂമിൽ ഉണ്ടായിരിക്കുന്ന ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ അല്ലെങ്കിൽ റിക്വയർമെന്റ്സ്, ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈൽഡ് ആൻഡ് ആന്റി സ്കിഡ് ഫ്ലോറിങ്. രോഗിയൊക്കെ വളരെ പെയിന്റിനോട് കൂടിയിട്ട് അതോടൊപ്പം തന്നെ ലോഡോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ മണ്ണ് തെന്നി വീഴാതെ തരത്തിലുള്ള സ്ലിപ്പ് ചെയ്യാത്ത തരത്തിലുള്ള ടൈലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സെൻട്രലി എയർ കണ്ടീഷൻ വെക്കാനായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? എന്നോടൊപ്പം നിങ്ങൾക്കും റിവേഴ്സ് ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ പോയാൽ മതിയില്ലേ? നെക്സ്റ്റ് പറയുന്നത് ലേബർ വാർഡ് പ്രോട്ടോകോൾസ്. വാർഡിൽ ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങൾ അല്ലെ. വാർഡിൽ ആ ലേബർ വാർഡിൽ എന്തൊക്കെയാണ് പ്രോട്ടോകോൾസ് പറയുന്നത്? എപ്പോഴും നമ്മൾ പറയുന്നത്, എപ്പോഴും ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഇത് തന്നെയാണ്. അമ്മ, കുട്ടി, ഡോക്ടർ, നേഴ്സ്, പിന്നെ അസിസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, ഇവരുടെയൊക്കെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ ക്ലിനിക് പ്രൊസീജിയേഴ്സും, പിന്നെ ഇവരുടെ എന്തെങ്കിലും രോഗാവസ്ഥ വരാനുള്ള സാധ്യതകളും അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ലേബർ വാർഡ് പ്രോട്ടോകോൾസിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോഴും അവിടെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് മെഡിക്കൽ കെയർ, ഈ പ്രഗ്നന്റ് വുമണിന് ആവശ്യമായിട്ടുള്ള എക്സലന്റ് മെഡിക്കൽ കെയർ പ്രഗ്നന്റ് വുമണിന് കൊടുക്കത്തക്ക വിധത്തിലുള്ള സൗകര്യങ്ങളായിരിക്കണം. അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഉറപ്പുവരുത്തണം, എൻഷുറിങ് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇതാണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരെ പറയുന്നത് എപ്പോഴും ഈ ക്രൈറ്റീരിയ ഇതായിരിക്കണം മൈൻഡിൽ. ഇത് നല്ല ഒരു കെയർ രോഗിക്ക്, അതായത് വുമണും കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് ഇവരെ അനുവദിക്കണം. അതായത് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കറിയാം ഏത് ടൈമാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് ഒരു ഡേറ്റ് ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നേരത്തെ നമുക്ക് ഡിസൈഡ് ചെയ്താണ് സമയം നമുക്ക് വ്യത്യസ്തമാകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് സമയമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പ്രവേശിക്കേണ്ടതായിരിക്കും. ട്രാഫിക് പ്രോബ്ലംസ് ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. റെഗുലേഷൻസ്, ഡിസാസ്റ്റർ, അതേമാതിരി തന്നെ അവിടെ ഉണ്ടായിരിക്കേണ്ട സാധനങ്ങളെല്ലാം അല്ലെ. വേസ്റ്റുകളൊക്കെ ആണെങ്കിലും നമുക്കറിയാം അണുക്കളെ കൃത്യമായിട്ട് നശിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അതൊരു എന്താ പറയുക, കുട്ടിക്കും അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലും പെട്ടെന്ന് ഇൻഫെക്ഷൻ ഒക്കെ വരാം. അത് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി തന്നെ ഡിസ്പോസ് ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. പിന്നെ ക്ലിനിക്കൽ റെക്കമെൻഡേഷൻ, പേഷ്യന്റ് കെയർ മാനേജ്മെന്റ്, ലേബർ പോസ്റ്റ് മോർട്ടം കെയർ, അതായത് കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പേഷ്യന്റിനെ മുൻകൂട്ടിയാണെങ്കിലും പേഷ്യന്റ് ആ ടൈമില് പിന്നീടുള്ള സമയത്ത് ഒബ്സർവേഷന്, കുട്ടിയുടെ കാര്യമാണെങ്കിലും ആ കുട്ടിയുടെ ജനിച്ച ഉടനെയുള്ള കാര്യങ്ങളിലും ജനിക്കുമ്പോൾ തന്നെയുള്ള കുറെ കൃത്യമതയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യസമയത്ത് തന്നെ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. അതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരിക്കേണ്ട പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ കുട്ടിയുടെ കാര്യമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിലും നമുക്കറിയാം ചൂട് ഇല്ല എങ്കിലാണ് റേഡിയന്റ് വാമറൊക്കെ കുട്ടിക്കും കുട്ടിക്ക് ചൂട് നിലനിർത്തണം. അന്തരീക്ഷത്തോട് പൊരുത്തപ്പെട്ട് പോകാൻ ചിലപ്പോൾ ഒരുപക്ഷെ 2 മണിക്കൂറൊക്കെ യൂസ് ചെയ്യേണ്ട വരുള്ളൂ. കാരണം ആ കുട്ടി ഓക്കെ ആവും. പക്ഷെ ചിലപ്പോൾ കണ്ടിന്യൂസ് യൂസ് കുറച്ചും കൂടി നേരം മുമ്പ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പം അത് ആ കുട്ടിയുടെ അവസ്ഥ പോലെ ഇരിക്കും. ഒരുപക്ഷെ അത് വേണ്ടി വരാം. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ലേബർ റൂമിൽ ഇതെല്ലാം യൂസ് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം, കീപ്പ് ചെയ്ത് വെക്കണം. സ്റ്റെറിലൈസേഴ്സ് എപ്പോഴും അണുവിമുക്തമായ സംഭവങ്ങൾ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. കോട്ടിൽ ഡോക്ടർ നമ്മള് കുട്ടിയുടെ അനക്കം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്, അവരുടെ ഹൃദയം വേണ്ടിയിട്ടൊക്കെ
കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ. കേസ് ബർത്ത് ചെയ്യുന്നതിന് ശേഷമാണെങ്കിലും ബർത്തിന് മുമ്പാണെങ്കിലും അതൊക്കെ നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. അത് എപ്പോഴും എന്തായിരിക്കണം എന്ന് പറയുന്നത്, ടു ബി ക്ലീൻഡ്, സെറ്റ് സൈഡിൽ അതെല്ലാം ഉണ്ടായിരിക്കണം, ക്ലീൻ ചെയ്ത് ആൻഡ് ഡ്രൈഡ് ആഫ്റ്റർ ഈച്ച് യൂസ്. ഓരോ യൂസിന് ശേഷം അത് നന്നായി ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കേണ്ടതാണ്. ഓൾ ലേബർ റൂം എക്യുപ്മെന്റ്സ് മസ്റ്റ് ബി ഇൻ ഗുഡ് ഫംഗ്ഷനിങ്. പിന്നെ വീണ്ടും പ്രോപ്പർ തന്നെ എക്യുപ്മെന്റ്സ് മാത്രമല്ല, അതെല്ലാം നല്ല പ്രോപ്പറായിട്ട് ആക്റ്റീവ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ അത് സൂക്ഷിക്കാനായിട്ട് ഓരോ സ്റ്റാഫുകളും നിർബന്ധിതരായിരിക്കണം എന്നുള്ളതാണ്. Then measure to maintain safety. എന്തെങ്കിലും സേഫ്റ്റി പ്രിക്കോഷൻസ് നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മള് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും ചില കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു വരുന്നതാണ്. പൊതുവെ ഇതിൽ അങ്ങനെ തന്നെയാണ്. കാരണം അതിന്റെ കുറെ പ്രോട്ടോകോൾസ്, രോഗി കൊടുക്കുന്ന പ്രോട്ടോകോൾസ് ആണെങ്കിലും കുട്ടിക്ക് കൊടുക്കുന്ന പ്രോട്ടോകോൾസ് ആണെങ്കിലും റൂമില് വാർഡിന് കൊടുക്കുന്ന പ്രോട്ടോകോൾസ് ഒക്കെ ആണെങ്കിലും സെയിം റിലേറ്റഡായിട്ടുള്ള ഫംഗ്ഷൻ തന്നെയായിരിക്കും. അപ്പൊ അതില് മെഷർ മെയിൻറ്റെയിൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മുൻകൂട്ടി തയ്യാറാക്കണം എന്നൊക്കെ പറയുന്നത് എന്താണ്? ട്രെയിനിങ് ഫോർ എംപ്ലോയീസ്, പർട്ടിക്കുലർ പ്രാക്ടീസ് അവർക്കെല്ലാം ഇതേമാതിരി ചെയ്യാനുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, നല്ല അതിന് പോകുന്നതിന് മുമ്പെല്ലാം കൃത്യമായിട്ട് അവരെല്ലാം ധരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് കൊടുത്തിരിക്കണം, കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ എന്താ പറയുക, ഓൾ സപ്ലൈസ് ആർ ക്ലീൻ, എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ അല്ലെ, അനധികൃതമായിട്ടുള്ള കാര്യങ്ങളെ അവർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പേഷ്യന്റ് ഷുഡ് പ്രൊവൈഡ് വിത്ത് സ്റ്റെറിലൈസർ ബോക്സ് ആൻഡ് എവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് ഹെൽത്ത് ഈസ് ക്രൂഷ്യൽ. അതായത് നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ടും ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കും, രോഗിക്കാണെങ്കിലും കുട്ടിക്കാണെങ്കിലും വർക്കേഴ്സിനാണെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അവരെ മെഷർ ചെയ്തിരിക്കും. ഇന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം, ഇന്ന സാധനം അവര് നേരത്തെ കുട്ടി ഡോക്ടേഴ്സിന് നഴ്സുമാർക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പിന്നെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഇൻ ലേബർ റൂം. അതായത് നമുക്കറിയാം കുട്ടി മൂവ് ചെയ്യുന്നത് അനുഭവമായിട്ടുള്ള കുറച്ചായതുകൊണ്ട് നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാകണം, വേറെ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്, പിന്നെ ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, അതായത് വേസ്റ്റുകളൊക്കെ അതിൻ്റെതായ ഒരു ഇതുകൾ ഉണ്ടാവും, രൂപരേഖ അതനുസരിച്ച് തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രോപ്പർ ഹാൻഡ്ലിംഗ് ഓഫ് ഷാർപ്പ് ഒബ്ജക്റ്റ്, ഏത് മഴയുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതനുസരിച്ച് ചെയ്യണം. Sterilization, processing of used equipment, sustaining, cleaning and obstacle environment. അതായത് അവിടെ പറ്റി പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു എല്ലാം കൃത്യമായിട്ട് തന്നെ ക്ലീൻ ചെയ്യും. നമ്മളിങ്ങനെ വായിച്ചു പോയപ്പോഴാണ് ഒരു കാര്യം നോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ ഫസ്റ്റ്ലി ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഒരു ചെറിയ നടത്തൊക്കെയാണ്. അതായത് ഇവിടെ ലേബർ റൂം ഓൾസോ നെയിംഡ് ബർത്ത് യൂണിറ്റ് എന്ന് നിങ്ങൾ വെച്ചാൽ നിങ്ങളിങ്ങനെ കിട്ടിയ പേരൊന്നും പഠിക്കേണ്ട. അതായത് ചൈൽഡ് ബർത്ത് ടേക്ക് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ബർത്തിങ് യൂണിറ്റ് എന്നുള്ള ലേബലിൽ തന്നെ ഇത് പഠിച്ചാൽ മതി. വായിച്ചു നോക്കുമ്പോൾ എനിക്ക് കൺഫ്യൂസ് വരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ്. അതേമാതിരി തന്നെ ഒരു ചെറിയൊരു ഒരു തോന്നിയത്, ഒരു ചില സെന്റൻസ് വായിക്കുമ്പോൾ ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നത് കൊണ്ടാണ് ഞാൻ അതെടുത്ത് പറഞ്ഞത്. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു, അതായത് നോക്കാം, ഒരു ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ബോഡി ആൻഡ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, ഇവിടെ നമ്മളിപ്പം ബർത്തിങ് ആ പ്രൊനൗൺസിയേഷൻ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പൊ ഇവിടെ നോക്കാം, ഐറ്റംസ് സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ഓർ ബോഡി പെയിൻസ് ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്. ആ മീനിങ് അത് വായിക്കുമ്പോൾ അങ്ങോട്ട് മീൻ ചെയ്യുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്നുള്ളത് ശരിയാണ്. ഷുഡ് ബി നോട്ട് ഇൻസ്റ്റന്റ്ലി എന്നല്ല, ഷുഡ് ബി ക്ലീൻഡ് ഇൻസ്റ്റന്റ്ലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്. ഷുഡ് ബി ക്ലീൻഡ് ഇൻസ്റ്റന്റ്ലി. അതായത് നമ്മളെ പറ്റി പിടിച്ചിരിക്കുന്ന ബോഡി ഫ്ലൂയിഡ്സിന്റെ ഒക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. ഇൻസ്റ്റന്റ്ലി അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അല്ലെ, നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്യണമെന്ന് ഉള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Answer should be cleaned instantly or immediately. Okay. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ഇതിന്റെ കാര്യമാണ്. അതായത് ഈ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്കൊന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ടിങ് വരെയാണ് നമ്മള് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ
നമ്മൾ കൃത്യമായിട്ട് തന്നെ ക്ലീനിങ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് എപ്പോഴും അതിൽ പഠിക്കുന്ന ഒരു ഇതില് ഓരോ പാഠത്തിലും ക്ലീനിങ്ങിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ക്ലീൻ ആയിരിക്കാം. ഇൻ കേസ് ഒരു എക്യുപ്മെന്റ് മേടിച്ച് ഇവിടെ യൂസ് ചെയ്യേണ്ടി വന്നാൽ പോലും ആ എക്യുപ്മെന്റ് വരെ നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് എപ്പോഴും നോട്ട് ചെയ്ത് പറയുന്നത്. എക്സാമിൽ ഏരിയ പിന്നെ ഓരോ ഡാമേജ് എക്യുപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യണം. ഐറ്റംസ് സ്റ്റെയിൻ ഇതേപോലെ പറ്റിപ്പിച്ചിടിച്ച് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നോക്കണം. ഓൾവേസ് യൂസ് അപ്ലോഡും മോപ്പിംഗ് ടെക്നിക്സ് ഉണ്ട്. നമുക്കറിയാം ഒരുപാട് ടെക്നിക്സ് ഉണ്ടല്ലേ തുടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരുപാട് മെഷീൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത്തരത്തില് മെഷീൻസ് ഒക്കെ വേണോ? നമ്മൾ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞപ്പോൾ മീറ്റിംഗ് ഒക്കെ കൂടണമെന്ന് പറഞ്ഞു. അപ്പൊ മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ അവർ തീരുമാനിക്കാൻ ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന ടെക്നിക്സ് നമുക്കറിയാം. വലിയ വലിയ ഹോസ്പിറ്റൽ സാധാരണ ഹോസ്പിറ്റലിൽ വ്യത്യസ്തമായിട്ട് ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ക്ലീനിങ് ടെക്നിക്ക് എന്ന് പറയുന്നത് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. മോപ്പിംഗ് ടെക്നിക്സ് നമ്മൾ എപ്പോഴും പുതിയ പുതിയ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത്. Then exam areas of seepage or any other issues are extremely report ചെയ്യണം. In the labor table after delivery എല്ലാ ഡെലിവറിക്ക് ശേഷം പേയ്മെന്റ് ചെയ്യണം. Then standard procedures for disinfectant sterilization required to be followed. എന്തെങ്കിലും അല്ലെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലുള്ള ക്ലീനിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നതാണ് ഇവിടെ പറയുന്നത്. Then infection അതാണ് നമ്മൾ ബർത്തിങ് ആക്കിയ മാറ്റിയത് അല്ല, ബർത്തിങ് എന്നല്ല, അത് ബർത്ത് യൂണിറ്റ് നമ്മൾ ആക്കി നിങ്ങൾ പഠിച്ചാൽ മതി. ഇവിടെ ക്ലീനിങ് ആൻഡ് എനിക്ക് പറയാനുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അതായത് നമ്മൾ ഇന്ന് എടുത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെ, അതില് പ്രധാനമായിട്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാമെന്ന് പറയുകയും ചെയ്തായിരുന്നു. ഒന്നും കൂടി പറയാവുന്നത് നമ്മളുടെ ഇൻഫെക്ഷൻ കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ഇതുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എന്തായാലും കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻസ് മസ്റ്റായിട്ട് ടീമുകൾ നമ്മൾ മസ്റ്റായിട്ട് പാലിക്കേണ്ടതുണ്ട്. കാരണം അവിടെ കമ്പൽസറി ആയിട്ട് നമ്മൾ കുട്ടിയുടെ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കേണ്ടത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പോളിസീസ് പറയുന്നതനുസരിച്ച് ആ പ്രൊസീജിയേഴ്സ് നയങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം നഴ്സുമാര് അവർ ധരിക്കേണ്ട മാസ്ക് അല്ലെങ്കിൽ വെയർ ചെയ്യേണ്ട ക്ലോത്ത് അല്ലെങ്കിൽ ഗ്ലൗസ് ചപ്പൽ ഇതെല്ലാം അവർക്ക് പോളിസീസ് ഉണ്ടാവും. ആ പോളിസി നയങ്ങൾക്കനുസരിച്ച് തന്നെ അവര് അവിടെ പ്രവേശിക്കാനൊക്കെ പാടുള്ളൂ. അതേമാതിരി തന്നെ ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുമ്പോൾ അവര് ഏതൊക്കെ രീതിയിലുള്ള ക്ലബ്സ് ആണ് ഉപയോഗിക്കുന്നത് അതെല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് അത് കളക്ട് ചെയ്യാവൂ. ഇൻ കേസ് ലീക്കേജ് ഉള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം. 3/4 വേസ്റ്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് നിക്ഷേപിക്കണം. പിന്നെ അത് എനിക്ക് എപ്പോഴും 2 സെപ്പറേഷൻ ഒക്കെ ഉണ്ടായിരിക്കണം. ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത് ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും മിക്സ്ചർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ട വസ്തുക്കളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്ലീച്ചിങ് മിക്സ്ചർ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അതേമാതിരി സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഉണക്കി സൂക്ഷിക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിന്റെ പ്രോട്ടോകോൾ എന്താണ് അതനുസരിച്ച് തന്നെ അതും കൈകാര്യം ചെയ്യണം. പിന്നെ നമ്മൾ കണ്ടത് ന്യൂ ബോൺ കെയർ ആണ്. ന്യൂ ബോൺ കെയറിന് നമ്മൾ എന്താ പറഞ്ഞത്, നെസസറി അതിന് ആവശ്യമായിട്ടുള്ള കെയറുകൾ നമ്മൾ കൊടുക്കണം. ഞാനിങ്ങനെ വിവരിച്ചു പോകുന്നുണ്ട്, നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ, കാരണം പഠിച്ചു പോകാലോ. ഒരു ചാപ്റ്ററെങ്കിലും അങ്ങനെ പഠിച്ചു പോകാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സമയം തരണോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. സമയം നിങ്ങൾക്ക് വായിച്ചു നോക്കോ, എങ്കിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് ഞാൻ പോയി
ഞാനിവിടെ തന്നെയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വായിച്ചു വെക്കാൻ സമയം തന്നേക്കുന്നതാണ്. ഡൗട്ടുകൾ ചോദിക്കാം. വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് മതിയോ? ഓക്കെ, അപ്പോ നമ്മള് ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയോ? ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്. എന്താണ് ന്യൂ ബോൺ കെയർ വീണ്ടും പറയാണ്. എന്താണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്? കുട്ടിയുടെ ബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എവിടുന്നാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യം നമുക്കറിയില്ല, കാരണം എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടേക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അഡീഷണൽ തരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. വായിച്ചു നോക്കുക പ്രധാനമായിട്ടും. അപ്പം അതില് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫ്രണ്ട് ഓഫീസും അറിയില്ല. ഫ്രണ്ട് ഓഫീസ് കുഴപ്പമില്ലാത്ത ചാപ്റ്റർ. ആദ്യം തന്നെ അല്ലേ സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. എന്തായാലും നെക്സ്റ്റ് ഡേ വരുമ്പോൾ, അതായത് മൺഡേ ഞാനെടുത്ത പോർഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഇതേമാതിരി റിവൈസ് ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നായിരുന്നു. ഫ്രണ്ട് ഓഫീസിന്റെ ഒക്കെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെയും ലേബർ റൂമിന്റെയും മാത്രമാണ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരാത്തത്. ഞാനത് മൺഡേ തരാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനെടുത്ത പോർഷൻസ് ഒന്ന് നോക്കാം, റിവൈസ് ചെയ്ത് വെച്ച് നോക്കാം. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് ഒന്ന് കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഇതില് ഇപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ന്യൂ ബോൺ കെയർ ആണ്. അതിലെ പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഠിച്ചെടുത്തോളം എന്താണ് അതില് നമ്മള് വുമണിന് പ്രൈവസിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതേമാതിരി തന്നെ കുട്ടിയുടെ ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട കുറെ പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ കാര്യം പിന്നെ ലേബർ റൂമിന്റെ കുറെ പ്രോട്ടോകോള്, അതേപോലെ പിന്നെ ഡോക്ടേഴ്സ് നഴ്സുമാര് അതിൽ ശ്രദ്ധിക്കേണ്ട കുറെ മാറ്റേഴ്സുകളും, പിന്നെ നമ്മുടെ ലേബർ റൂമിന്റെ ലൊക്കേഷനും ഡിസൈനും അതൊക്കെ അതിലെന്തൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് പ്രധാനമായിട്ടും ക്ലീനിങ് സെക്ഷനാണ് വരുന്നത്. ക്ലീനിങ് സെക്ഷന് അതിൻ്റെതായ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് ഡിസ്പോസ് ചെയ്യുന്നതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനുണ്ടാവും. അതനുസരിച്ച് തന്നെ ഫോളോ ചെയ്ത് പോകണം. പിന്നെ പ്രധാനമായിട്ടും ക്ലീനിങ് ഇതിന് വേണ്ടിയിട്ടാണ്. കുട്ടിക്കും ആർക്കും ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല അവിടെ കൂടുതൽ മറ്റുള്ള പ്ലേസിനെ അപേക്ഷിച്ച് കൂടുതൽ വേസ്റ്റ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ടാണ് ക്ലീനിങ് സെക്ഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണമെന്നൊക്കെ പറയുന്നത്. ഓരോ വ്യക്തികളും ചില ചാർജുള്ള വ്യക്തികളൊക്കെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഷിഫ്റ്റിൽ 1 ടൈംസ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവരെല്ലാം പരിശോധിക്കേണ്ട ഘട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധയായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. അതൊക്കെ തന്നെയായിരിക്കും ഇതിലെ പ്രധാനപ്പെട്ടുള്ളത് പറയുന്നത്. ഇപ്പോൾ കേരളം നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് കുട്ടിയുടെ കരുത്തുമായി ബന്ധപ്പെട്ട് അതിന് പ്രത്യേകം കെയർ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇൻ കേസ് എന്തെങ്കിലും കുട്ടി പെട്ടെന്ന് എന്താ പറയുക പ്രതിരോധ സ്ഥിതിയില്ല എങ്കിൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് കഴിവുള്ള നഴ്സുമാരും ഡോക്ടേഴ്സുമായിരിക്കണം. അത് സിറ്റുവേഷനുമായിട്ട് ഒരടിജീവനം ആ മൊമെന്റില് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് കൊണ്ട് അവർക്ക് സാധ്യമാകേണ്ടതാണ്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഡിസ്പ്ലേമെന്റുമായിട്ട് സിഗ്നൽസ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇമ്മ്യൂണൈസേഷൻ ആയിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതുണ്ടോ, ചെക്ക് ഫോർ ഇനി ഇപ്പോൾ ഇറഗുലാരിറ്റി ജന്മന എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫീഡിങ്ങുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറ്റുന്നെങ്കിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിലുള്ള മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഹൈലി റെസ്റ്റ് നോക്കണം. ചില കുട്ടികളുടെ ബർത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ റെസ്റ്റ്, പ്രഷറും ഷുഗറും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടിയുടെ കാര്യത്തിലും കുറെ കാര്യങ്ങളൊക്കെ റെസ്റ്റ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതായിട്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. റഫറൻസ് സർവീസ് ഇൻ കേസ് വേറെ എന്തെങ്കിലും ചെയ്ത് വേറെയുള്ള പ്ലേസിലേക്കൊക്കെ പറഞ്ഞിരിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ്
ന്യൂ ബോൺ ബേബിയുടെ കെയറുമായിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കേണ്ട മുൻകരുതലുകൾ എന്താ നിലയ്ക്ക് എന്തൊക്കെ ചെയ്യുന്നത്. മസ്റ്റായിട്ട് അവരെ ഹാൻഡ് വാഷ് ചെയ്യണം. ബേബിയുടെ അടുത്ത് തന്നെ ബേബീനെ മദറിന്റെ അടുത്ത് തന്നെ കൈകാര്യം ചെയ്യണം. ഭൂമി എന്താണ് പറയുന്നത്, കീപ്പിംഗ് ദ ബേബി വാം, അവരുടെ ചൂട് പ്രദാനം ചെയ്യുക. പിന്നെ പ്രത്യേക കെയർ കൊടുക്കേണ്ടതുണ്ട്. ലോ വെയിറ്റ് ആണോ അല്ലെങ്കിൽ കുട്ടിക്ക് വെറുതെ വെയിറ്റ് ആണോ ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള കെയർ കൊടുക്കേണ്ട വ്യക്തിക്ക് അതനുസരിച്ചുള്ള കെയർ കൊടുക്കുക. കീപ് ദ കോഡ് ഡ്രൈ ആൻഡ് ക്ലീൻ, എപ്പോഴും നമ്മുടെ കുട്ടിൽ കൂടി ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് അത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് നമ്മൾ ന്യൂബോൺ ഗിവൺ ഇന്റർവൽസ് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്തായാലും നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഇന്റർവൽസുകളിലൊക്കെ ഈ കുട്ടിയെയും അമ്മയെയൊക്കെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കണം. പിന്നെ പ്രോട്ടോകോൾസ് ഫോർ എൻട്രി ലേബർ പോകുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ്. അതായത് മസ്റ്റായിട്ട് അത് വേറെ ചെയ്യണം, മാസ്ക് ധരിക്കണം, പിന്നെ സ്ലീപ്പർ മാറ്റി സ്ഥാപിക്കണം. അതായത് എല്ലായിടത്തും ഓടി നടന്ന അതേ ഇതോട് കൂടിയിട്ട് ലേബർ റൂമിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ടത്. അവിടേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെതായ പ്രത്യേകം ഡ്രസ്സുകളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സംരക്ഷണം കുട്ടിക്കും അമ്മയ്ക്കും സംരക്ഷണം കിട്ടണമെന്നുള്ള രീതിയിൽ വേണ്ടിയിട്ടായിരിക്കും ഇൻഫെക്ഷൻസ് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതായിട്ടുള്ള കാര്യം ചെയ്യണം. പിന്നെ അവിടെ പ്രധാനമായിട്ട് ആർക്കൊക്കെ പ്രവേശിക്കാം, സാധാരണയായിട്ട് ഡോക്ടേഴ്സ്, നഴ്സുമാർക്ക്, ANM പോലെയുള്ള നഴ്സുമാർക്ക്, പിന്നെ എന്താണ് നമ്മുടെ അതിന്റെ പാർട്ണർ അല്ലെ, നമ്മളുടെ പാർട്ണറായിട്ടുള്ള വ്യക്തിക്ക് പ്രവേശിക്കാം. മറ്റേതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള വ്യക്തിക്ക് പ്രവേശിക്കാം. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യണം. മെയിൽ സ്റ്റാഫ് ആണെങ്കിലും അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് കെട്ടിയിട്ട് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് പറയുന്നത് അവരുടെ പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് വുമണിന് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മള് കണ്ട കാര്യങ്ങൾ ഒരുപാട് സമയം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. കേസ് ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി അവിടെ പ്രോപ്പർ ടൈമിനുള്ളിൽ കൃത്യമായ സമയത്തുള്ള 10 വേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വർക്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ അവരുടെ വർക്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മസ്റ്റായിട്ട് ധരിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേമാതിരി തന്നെ അവർക്ക് എപ്പോഴും അതിനോട് പൊരുത്തപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എപ്പോഴും അതിനോട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വേണം അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ എന്നുള്ള കാര്യം പറഞ്ഞു. എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതാത് വേസ്റ്റ് ബിന്നിലാണ് അതാത് സാധനങ്ങൾ നിക്ഷേപിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള സ്പേസില് കൃത്യമായിട്ടുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോ ബില്ലൊക്കെ വെച്ചേക്കുന്നത് അതിനോട് ചേർന്നായിരിക്കില്ല. അപ്പൊ അത് ആ പ്ലേസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെതായ ശബ്ദത്തൊക്കെ മാറ്റിയിട്ടായിരിക്കാൻ പോകേണ്ടി വരും. അതെല്ലാം ചെയ്യാം. അതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ സൂപ്പർവിഷൻ ഫോർ ക്വാളിറ്റി കെയർ നമ്മൾ പറയാം. അതുപോലെ തന്നെ കൂടുതലായിട്ട് സൂപ്പർവൈസേഴ്സ് നിരീക്ഷിക്കേണ്ട ഒരു മേഖലയാണ് ക്ലിനിക് സെക്ഷൻ പറഞ്ഞു. അവിടെ ഓരോരുത്തരെ ഓരോ പ്രാവശ്യം വരുന്നതിനെ കുറിച്ച് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും എപ്പോഴൊക്കെയാണ് വിസിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നതനുസരിച്ച് തന്നെ വിസിറ്റ് ചെയ്ത് പോകണം. എപ്പോഴും ഇതിന്റെ പ്രധാനമായിട്ടും പറയുന്നത് ഇത് ക്ലീൻ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടിക്കും അമ്മയ്ക്കും പ്രശ്നമില്ലാതെ തന്നെ ഇവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ കൂടി എല്ലാ മാസവും മീറ്റിംഗ് ഉണ്ടാകും എന്നുള്ള ഒരു രീതിയാണ് പറയുന്നത്. എവരി മന്ത് എല്ലാ മാസം തന്നെ മീറ്റിംഗ് കൂടിയിട്ട് ക്ലിനിക് സെക്ഷനെ കുറിച്ചിട്ട് അവലോകനം ചെയ്ത് എന്തെങ്കിലും പുതിയ നടപടികളൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വീണ്ടും ഒരു റിവ്യൂ കൂടി നമ്മൾ ചെറുതായിട്ട് നടത്തി. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരും ഇല്ലാത്ത കാരണം കൊണ്ട് പഠിച്ചു പോയെന്ന് എനിക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കില്ല. പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് വന്നായിരുന്നു. പിന്നെ എന്തോ ഒരു സെക്ഷൻ എന്താ പറയുക, ഇത് തന്നെ റിപ്പീറ്റേഷൻ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. സെയിം റിപ്പീറ്റേഷൻ വരുന്നത് കൊണ്ട് എവിടെയാണ് അതല്ലേ പറയേണ്ടതെന്ന് അതുകൊണ്ടായിരിക്കാം. എനിവേ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കാനുള്ള ഒരു അവസരമാണത്. അതായത് നമുക്ക് അത്രയും ഭാഗം പഠിച്ചു കഴിയുന്നു. ഇനി എന്തായാലും എക്സാം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് അതായത് ആ ഒരു ടൈമിനുള്ളിലൊക്കെ ചിലപ്പോ എനിക്ക് എന്തായാലും ചെറിയ സ്റ്റഡി കോണ്ടേഴ്സ് തരും. എനിവേ എന്തായാലും നമുക്ക് എക്സാം ഉണ്ടാവും. ഈ മന്തിനുള്ളിൽ തന്നെ എക്സാം ഉണ്ടാവും. അപ്പോ നിങ്ങൾ നോക്കാം. ചെറുതായിട്ട് വായിച്ചു നോക്കിയിട്ട് ഇനിയും പറയാണ് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് വെക്കാലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് സമയം എടുത്ത് വായിച്ചു നോക്കാം.
ഇപ്പൊ എടുക്കുന്നത് എന്താണ് ഈ രണ്ട് മൊഡ്യൂളിന്റെ മാത്രം, അതായത് രണ്ട് പേപ്പറിന്റെ കൂടി ഒന്നിച്ചുള്ള എക്സാം ഉണ്ട്. ഫൈനൽ എക്സാം ഒന്നല്ല കേട്ടോ. ഫൈനൽ എക്സാമിന് മുമ്പൊക്കെ വീണ്ടും മോഡലൊക്കെ നടത്താറുണ്ട്. അപ്പോ നിങ്ങൾക്ക് നടത്തുന്നത് ഇപ്പോഴത്തെ എക്സാമാണ്, അതായത് ഇപ്പൊ എടുത്തേക്കുന്ന ഈ രണ്ട് മൊഡ്യൂൾസ് അല്ലെങ്കിൽ രണ്ട് പേപ്പറിലേക്ക്. അതെ. ക്ലാസ് ടെസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊരു സെപ്പറേറ്റ് ഒന്നുമില്ല. ആക്ച്വലി ഞങ്ങൾക്ക് എന്താ പറയണേ, ഈ പോർഷൻസ് ഈ ബാച്ചിന്റെ ക്ലാസ് നമുക്ക് തീർന്നതിന് ഒരു കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ റിവൈസ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾക്ക് രണ്ട് ചാപ്റ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻസ് തരാനുണ്ട്. അപ്പൊ ഞാൻ റിവൈസ് ചെയ്യാന്ന് വയ്ക്കുന്നത് നമുക്കതൊരു ഇച്ചിരി സമയം കിട്ടിയത് കൊണ്ടാണ്. ചില ടീച്ചേഴ്സിന് ഈ ടൈമിനുള്ളിൽ മറ്റു ക്ലാസ്സുകളിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് തീർക്കാനുണ്ട്. നമ്മുടെയും ആർക്കും തീർക്കാൻ എന്തോ ഒരു ക്ലാസ്സൊക്കെ വേണമെന്ന് തോന്നുന്നു. അപ്പം അത് തീരുന്നവരേക്കുമുള്ള ഒരു ടൈമേ ഉള്ളൂ. അത് ക്ലാസ് ടെസ്റ്റ് ഒന്നും ഇപ്പോഴും ഇല്ല. നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് കിട്ടുന്നത് മറ്റു ക്ലാസ്സുകൾക്ക് തീരാത്തത് കൊണ്ടാണ്. അവർക്ക് ചിലപ്പോഴെങ്കിൽ ഇതേപോലെ നെറ്റ് ഇഷ്യൂസും കുറച്ച് സംഭവങ്ങളൊക്കെ വരുമല്ലോ ചിലപ്പോഴൊക്കെ. അപ്പൊ അവരെ ക്ലാസ്സിനെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടാവും. മറ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നത്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കി ഈ ചാപ്റ്റർ എങ്ങനെ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളെ ഡൗട്ട് ക്ലിയർ ചെയ്യോ? അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാമോ? കുറച്ചുകൂടെ സമയം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നോക്ക്. ഞാൻ നിങ്ങൾക്ക് എടുത്തതൊന്ന് ശ്രദ്ധിച്ചോ. ഹെൽത്ത് കെയർ സിസ്റ്റം
ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, വെന്റിലേറ്റർ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, ലേബർ ഹോം സർവീസ്, മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. ഇത്രയല്ലേ ഞാൻ എടുത്തത്? അതില് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെയും ലേബർ റൂമിന്റെയും അഡീഷണൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടില്ല അല്ലെ? ഈ നെക്സ്റ്റ് മോഡ്യൂളുകൾ ഇച്ചിരി വലുതാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നു പോകാനായിട്ട് പെട്ടെന്ന് തോന്നുന്നില്ല, കാരണം ചെറിയതൊന്നും അല്ല. ഓക്കെ, ആ 2 ക്വസ്റ്റ്യന്റെ ഞാൻ തരാട്ടോ. അതിന്റെ മിക്കവാറും ഞാൻ മൺഡേ തരാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നിപ്പോ സമയം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് എന്താ പറയാ നിങ്ങൾക്ക് തന്നാലെങ്കിൽ എനിക്കൊന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് എന്താ മതിയോ? നെക്സ്റ്റ് ഡേ മതിയോ? നിങ്ങളുടെ അൺമ്യൂട്ട് അല്ലേ, നിങ്ങൾക്ക് സംസാരിക്കാലോ. അല്ല, നെക്സ്റ്റ് ഡേ നമുക്ക് റിവൈസ് ചെയ്യാന്നല്ലേ പറഞ്ഞേ? റിവൈസ് ചെയ്യാം. അപ്പൊ സമയം ഉണ്ടാവോ? അതെ, ഞാൻ അതാണ് ആലോചിക്കുന്നത്. എന്തായാലും പക്ഷെ നമുക്ക് 5-6 മിനിറ്റിനും കൊണ്ട് നമുക്ക് എത്തിക്കാനും ഒക്കില്ല. எனவே നിങ്ങളൊന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ക്വസ്റ്റ്യൻസ്. അരമണിക്കൂറുണ്ട് നമുക്ക്. അരമണിക്കൂർ നമുക്ക് ഫോൺ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മറ്റു ക്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കേണ്ടതുണ്ട്. ഒരു അരമണിക്കൂർ ഞാൻ എന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് തീരാത്ത കാരണം കൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ ഇത്തിരി ഫ്ലോ കൂട്ടി ഇതുവരെ എടുക്കുന്നത്. കാരണം ചില വേഴ്സ് ഇത് ചെയ്യുന്നത് കൊണ്ട് ചിരിക്കേണ്ടത് വരുന്നുണ്ട്. ചില വേഴ്സുകൾ അവിടെ ഇത്തിരി ക്വസ്റ്റ്യൻസ് കുറവ് വരുമ്പോൾ നമ്മൾ അവിടെ കയറി ഇരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഞാൻ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് വെച്ചത്. ഇന്ന് രാവിലെ മുതൽ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോ ഈ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഡേയില് ഫുള്ളി റിവൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് എഴുതാം. ഓക്കെ, ഒരു 3 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതാൻ നോക്കാം. ഒന്നെടുത്തോ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ. കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എടുക്കാലോ? വെരി ഗുഡ്. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ എഴുതിക്കോളോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദി കീ ഫംഗ്ഷൻ ഓഫ് nursing administration? Which of the following is a key function of a nursing administration? Option number A എഴുതിക്കോളൂ. Direct patient care. Direct patient care. Second option, staff development. Second option B, staff development. Then third option, budgeting and finance. Budgeting and finance. Nursing administration ഈ ബഡ്ജറ്റിംഗ് എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ചെയ്യാന്ന് പറയില്ല, നേരത്തെ കുട്ടി തയ്യാറാണ്. ബഡ്ജറ്റിംഗ് ആൻഡ് ഫിനാൻസ്. നമ്മൾ എന്താ പറയുന്നത്? കീ ഫംഗ്ഷൻ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ which of the following is a key function of a nursing administration? D പറയുന്നുണ്ട്. ഓക്കെ, ഡി നമുക്കറിയാം ഓൾ ഓഫ് ദി അബോവ് ആണ്. ആൻസറും ഡി തന്നെയാണ്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫംഗ്ഷൻ ഓഫ് എ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യന്റെ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫംഗ്ഷൻ ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ കീ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ എ, ഡയറക്റ്റ് പേഷ്യന്റ് കെയർ.
Then second one be staff development. Then third, budgeting and finance. Then fourth option, all of the above. അതായത് ഇതെല്ലാം അഡ്വൈസിംഗ് അഡ്മിനിസ്ട്രേഷന്റെ കീ ഫംഗ്ഷൻ ആണ്. പേഷ്യന്റിനെ കെയർ കൊടുക്കാനായിട്ടും സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ് ഉയർച്ച വളർച്ച അതേപോലെ തന്നെ ഫിനാൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുണ്ടല്ലേ അതെല്ലാം ശ്രദ്ധിക്കാനായിട്ട് അതെല്ലാം കീ ഫംഗ്ഷൻ ആണ് ഇന്ത്യൻ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കോളൂ. Which of the following is the budgeting and financing? അതെ next question നോക്കാം. Which of the following is the highest level of nursing management? Which of the following is the highest level of nursing management? നിങ്ങൾക്ക് ആൻസർ അറിയാം എന്തായിരിക്കും? നമ്മുടെ ഹൈറാർക്കി സിസ്റ്റത്തിൽ ഏറ്റവും മേലെയുള്ളത് ഏതാണ്? Which of the following is the highest level of nursing management? ആൻസർ നിങ്ങൾ തന്നെ പറയൂ. ഓക്കെ, ഡയറക്ടർ. അപ്പൊ അതിന് വേറൊരു ഓപ്ഷനും വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഒന്നാമത്തെ കീ ക്വസ്റ്റ്യനിൽ കൊടുത്തത്. ചീഫ് നഴ്സിംഗ് ഓഫീസർ. നഴ്സിംഗ് ഡയറക്ടർ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇൻ കേസ് ഇങ്ങനെ ഒരു ലെവലിൽ വന്നാൽ ആൻസർ ചെയ്യാം ചീഫ് നഴ്സിംഗ് ഓഫീസർ. എല്ലാത്തിനും അങ്ങനെ വരില്ല, ഇങ്ങനത്തെ ഇതായതുകൊണ്ടാണ് ചീഫ് നഴ്സിംഗ് ഓഫീസർ. Which of the following is the highest level of nursing management? അതില് നഴ്സിംഗ് ഡയറക്ടർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ വേറൊരു പേരിലും നിങ്ങൾ പുറത്ത് വെച്ചിട്ട് ചീഫ് നഴ്സിംഗ് ഓഫീസർ. Then third one, which nursing position is responsible for coordinating patient care on a specific unit. Question ഒന്നുകൂടെ പറയാം. Which nursing position is responsible for coordinating patient care on a specific unit? നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. Which nursing position is responsible for coordinating patient care on a specific unit? A specific unit നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ഒന്ന് ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. Which nursing position is responsible for coordinating patient care on a specific unit? എന്താണ്? നഴ്സിംഗ് ഇൻചാർജ് ഓർ ചാർജ് നഴ്സ്. നഴ്സിംഗ് ഇൻചാർജ് നിങ്ങൾ പഠിച്ചേക്കുന്നത് നഴ്സിംഗ് ഇൻചാർജ് അല്ലേ? ആൻസർ നഴ്സിംഗ് ഇൻചാർജ്. ഓക്കെ, ക്ലിയർ അല്ലേ? 3 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Okay, bye.